ഈ മീറ്റിങ്ങിൻ്റെ പിൻപിൽ അധ്വാനം ചെയ്യുന്ന കർത്തൃദാസന്മാർ, എല്ലാ ദൈവമക്കൾ എല്ലാവരെയും ഓർക്കുന്നു. ഒരു സാക്ഷ്യത്തോടുകൂടെ നമ്മൾ ആരംഭിക്കാനായിട്ട് പോകുകയാണ്. ദയവായിട്ട് കർത്തൃദാസൻ മുന്നോട്ട് കടന്നു വന്ന് ഒരു സാക്ഷ്യം നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കും. നിങ്ങൾക്ക് സാക്ഷ്യം ശ്രദ്ധിക്കാവുന്നതാണ്. ദയവായി. ഷീബ സേവിയർ, കാഞ്ഞിരംകുളം. ഈ സഹോദരി ജാനുവരി മാസത്തിലാണ്, കൺവെൻഷൻ്റെ സമയത്താണ് ആദ്യമായി എലോഹിം ദൈവസഭയിലേക്ക് കടന്നു വന്നത്. തൻ്റെ മകൻ അഭിനന്ദ് എൻ്റെ സാക്ഷ്യമാണ് ഇവിടെ പറയുവാനായിട്ട് ഉള്ളത്. പനിയും ശ്വാസം മുട്ടലുമായിട്ട് ഈ കുഞ്ഞ് ഭാരപ്പെട്ടു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സന്ദർഭത്തിൽ ഇതിന് ഹാർട്ടിന് ഹോൾ ഉള്ളതായി കാണപ്പെടുകയും അങ്ങനെ ജനുവരിയിൽ ഇവിടെ കടന്നു വന്ന അന്ന് പാസ്റ്റർ പ്രകാരം പറഞ്ഞു, ദൂത് പറഞ്ഞു, നിൻ്റെ വീട്ടിൽ അടിക്കടി 4 മരണങ്ങളാണ് നടന്നത്. എന്നാൽ ഈ കുഞ്ഞിൻ്റെ സൗഖ്യമാകുകയാണ്. പ്രാർത്ഥനയ്ക്ക് ശേഷം ഫെബ്രുവരിയിൽ 24 വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ ഹാർട്ടിന് ഹോളില്ല എന്ന് കണ്ടെത്തി. കർത്താവ് അത്ഭുതകരമായ ഒരു സൗഖ്യം മകന് നൽകി. പ്രാർത്ഥിച്ച ദേവദാസനോട് സഭയോട് നന്ദി. നിങ്ങൾ കേട്ടോ, അന്ന് ഈ കുഞ്ഞിനെ കൊണ്ട് വരുമ്പോൾ ഈ കുഞ്ഞിന് ഹാർട്ടിന് ഹോളായിരുന്നു. അന്നത്തെ യോഗത്തിൽ ഒട്ടും തെറ്റാത്ത പരിശുദ്ധാത്മാവ് ഈ കുഞ്ഞിൻ്റെ അമ്മയോട് പറഞ്ഞു, അടുത്ത മാസം പോയി ടെസ്റ്റ് ചെയ്തോ, ഈ കുഞ്ഞിന് സൗഖ്യം ഉണ്ടാകും. ഫെബ്രുവരി ടെസ്റ്റ് ചെയ്തു. ഇന്ന് ഹാർട്ടിന് ഹോളില്ല. ജീവിക്കുന്നൊരു നല്ല ദൈവം ഈ യോഗത്തിൽ വന്നിട്ടുണ്ട്. ഒന്ന് കൈ അടിച്ച് ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ നാമം പരിശുദ്ധമാകട്ടെ. എൻ്റെ മകന് ഒരു അടിക്കടി പനിയും ചുമയും ഛർദിലുമായിട്ട് ഒരു 1.5 മാസത്തിനിടയ്ക്ക് വരുമായിരുന്നു. ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ഒരു 7-8 ദിവസം അഡ്മിറ്റായി കിടക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് അവന് ഒന്ന് ടെസ്റ്റ് ചെയ്യണം, ഹാർട്ടിന് എന്തോ പ്രശ്നമുള്ളതായി തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ SIT കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞ് ഒരു ഹോളുണ്ട്, തീരെ ചെറുതുമല്ല വലുതുമല്ല, ഇടയ്ക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു ഹോളാണെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ നമുക്കിവിടെ പ്രാർത്ഥന വച്ചിരുന്നപ്പോൾ സജ്ജീകരണം വെച്ചിരുന്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും അതിൽ 3 ദിവസവും ഞാൻ പങ്കെടുത്ത് 3-ാം ദിവസം ബ്രദർ പറയുകയുണ്ടായി, എൻ്റെ വീട്ടിൽ നടന്ന എല്ലാ മരണങ്ങളും, എൻ്റെ പപ്പ, എൻ്റെ മോൻ്റെ പപ്പ, അമ്മ, അണ്ണൻ, കേട്ടോ നിങ്ങൾ, 4 മരണങ്ങൾ ഈ വീട്ടിൽ നടന്നു. അന്ന് പരിശുദ്ധാത്മാവ് വിളിച്ചു പറഞ്ഞത്, അന്നത്തെ വീഡിയോ ക്ലിപ്പ് നമുക്കില്ല. അന്ന് വീഡിയോ എടുത്തത് അവർ റെക്കോർഡ് ചെയ്തത്, റെക്കോർഡ് ഡിലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ റെക്കോർഡ് ഇടാനായിട്ട് പറ്റില്ല. അന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിൻ്റെ വീട്ടിൽ 4 മരണം നടന്നിട്ടുണ്ട്. 5ാമത്തെ മരണം ഈ കുഞ്ഞിനെ എഴുതിയേക്കുന്നേ. പക്ഷെ ഇന്ന് രാത്രിയിൽ അത് ക്യാൻസലായി മാറുക. പ്രിയരെ, ഒരു കാര്യം പറയുക, ഒട്ടും തെറ്റാത്ത ഒരു ദൈവം ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി നിന്റെ വിടുതലിൻ്റെ രാത്രിയാ. പിശാച് എത്ര ശക്തിയോടെ നിനക്കെതിരെ ആധിപത്യം ഉണ്ടാക്കിയാലും ഈ രാത്രി നിന്നെ വിടുവിക്കാൻ കരുത്തുള്ള ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം എഴുന്നള്ളി വന്നിട്ടുണ്ട്. സർവവസ്ത്ര വിഭൂഷാദികളോടുകൂടെ ഇതിനകത്ത് എഴുന്നള്ളി വന്നിട്ടുള്ള ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് ഡോക്ടർമാർക്ക് തെറ്റിപ്പോയേക്കാം, മരുന്നിന് തെറ്റിപ്പോയേക്കാം. ഈ അഖിലാണ്ടം ഉണ്ടാക്കിയ അണ്ടഘടകത്തിൽ തങ്ങിക്കൂടി നിൽക്കുന്ന താരസമുദ്രങ്ങളെ വാരി നിരത്തി പേര് വിളിച്ചൊരു സർവശക്തനായ ദൈവം ഇന്ന് രാത്രി ജീവിക്കുന്നുണ്ട്. നിങ്ങൾ കേൾക്കണ്ടേ പ്രിയരെ? ഞാൻ ഈ അമ്മയോട് ദൂത് പറയുമ്പോൾ ഇദ്ദേഹം അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. മരണത്തിൻ്റെ ഒരു ഘോഷയാത്ര. അപ്പൻ മരിച്ചു, അമ്മ മരിച്ചു, ഭർത്താവ് മരിച്ചു, മറ്റൊരാൾ മരിച്ചു. അങ്ങനെ 4 മരണം ഈ വീട്ടിൽ തുടർക്കഥയായി വന്നു. ഒരു ദൂത് കേട്ടെ, എല്ലാം തടഞ്ഞു നിർത്താൻ കഴിയുന്ന ഒരു നല്ല കർത്താവ് ഇന്ന് രാത്രി യോഗത്തിൽ വന്നിട്ടുണ്ടെന്ന് കൈയടിച്ച് ഒരു ആമേൻ പറയാൻ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി ഒരു ആമേൻ പറഞ്ഞേ. SAT ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ, അതേ ടെസ്റ്റ് ചെയ്ത SAT ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ കുഞ്ഞിൻ്റെ ഹോള് കാണുന്നില്ല. നിങ്ങളൊന്ന് കൈയടിച്ചൊരു ആമേൻ പറ. ടെസ്റ്റ് ചെയ്തപ്പോൾ ഹോളില്ല.
ആര് സൗഖ്യമാക്കി? യേശു സൗഖ്യമാക്കി. ജനുവരി ഇവിടെ ഇറങ്ങി വന്ന അതേ ദൈവം ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. അതേ കർത്താവ് ഈ യോഗത്തിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ദൈവത്തിനൊരു വ്യത്യാസവും ഇല്ല. ആരൊക്കെയാ മരിച്ച വീട്ടിൽ? ആദ്യം എൻ്റെ പപ്പ മരിച്ചു. പപ്പ മരിച്ചു. 8 മാസം കഴിഞ്ഞപ്പോ ചേട്ടൻ മരിച്ചു. 1.5 വർഷം ആവണതിന് മുമ്പേ അണ്ണൻ മരിച്ചു. അതിന് അണ്ണൻ മരിച്ച് 37 ദിവസം അമ്മ മരിച്ചു. നിങ്ങൾ കേൾക്കുന്നില്ലേ? 4 മരണം ഒരുമിച്ച് പിശാച് കൊണ്ടുവന്നു. നമ്മൾ തമ്മിൽ അന്ന് ആദ്യമായി കാണുമല്ലേ ഇവിടെ യോഗത്തിൽ? അന്നു ഒരാമയും പറഞ്ഞേ. ദൈവത്തിന് തെറ്റത്തില്ലെന്നാ ഞാൻ പറഞ്ഞേ. ഇന്ന് രാത്രിയിലും തെറ്റാത്ത ഒരു ദൈവം നിന്നെ വിളിക്കാൻ ഇവിടെ വന്നിട്ടുണ്ട്. അവന് നിന്റെ പേര് തെറ്റില്ല, ഊര് തെറ്റില്ല. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. എന്നോട് ആരെങ്കിലും പറഞ്ഞു തന്നാൽ ഹാർട്ടിന് ഹോൾ ഉണ്ടെന്ന് വരെ പറയാം, പക്ഷെ സൗഖ്യമാക്കുമെന്ന് പറയാൻ പറ്റില്ല. അത് യേശുവിനെ പറയാൻ പറ്റൂ. നിങ്ങൾ കൈ ഒന്നടിച്ച് ഒരാമീൻ പറയാൻ പറ്റുന്ന എല്ലാ ദൈവമക്കളും ആ കൈയടിച്ച് യേശുവേന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാ ദൈവമക്കളും ഒന്ന് കൈയടിച്ച് അധരമൊന്ന് തുറന്ന് നാവൊന്ന് ചലിപ്പിച്ച് യേശുവേന്നൊന്ന് വിളിച്ച്. പ്രിയരെ, ഒരു വാക്കൂടെ ഇവരിവിടെ സാക്ഷ്യം പറയാൻ കാണിച്ച ധൈര്യമില്ലേ? ഞാൻ ഒരു വാക്കൂടെ പറയാ. നിങ്ങളുടെ മകൻ ഒരു സുവിശേഷകനാവും. അവൻ യേശുവിൻ്റെ നാമത്തെ ഉയർത്തുന്നവനായി മാറും. നിങ്ങളുടെ ജീവിതമൊക്കെ അടിമുടി മാറും. അവസ്ഥകളെയൊക്കെ ദൈവം മാറ്റും. ഇവൻ വളരും, വിവാഹം കഴിക്കും. ഇവന്റെ കുഞ്ഞിനെ നിന്റെ കൈ കൊണ്ടെടുക്കും. ഒന്ന് കൈയടിച്ചോരെ യേശുവേ എന്നൊന്ന് വിളിച്ചു ദൈവത്തിന് ഈ രാത്രി ഒന്ന് നന്ദി പറഞ്ഞേ. സിസ്റ്ററെ പോയിരുന്നേ. സഭയൊന്ന് കൈയടിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. എല്ലാ ദൈവമക്കളും അല്പനിമിഷം ഒന്ന് കൈയടിച്ച് യേശുവേന്നൊന്ന് വിളിച്ച് നന്ദി പറയാൻ പറ്റുന്ന എല്ലാ ആളുകളും, ആധരം തുറക്കാൻ പറ്റുന്ന ആളുകൾ, നാവ് ചലിപ്പിക്കാൻ കഴിയുന്ന ആളുകൾ, ആമേൻ, ഈ രാത്രി ഇതിന്റെ നടുവിലൂടെ ഇറങ്ങി വന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന് തിരിച്ചറിയുന്ന സർവ്വ ദൈവമക്കള് ഒരാൾ പോലും അടങ്ങിയിരിക്കാതെ കൈകളെ ചേർത്തടിച്ച് ആധരമൊന്ന് തുറന്ന് ഹർമിനിയം ധരവൽ പ്രഭാനിയ വേദിവിനി വിഘനഘടക സന്ദര വേദമനഘടക ശൈഡനാധിയ ഹർമമേ റമൽ പ്രഭനഘടകസിയ രാധകനഘടക സന്ദരാധന. ഞാൻ ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് ഇവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ മാധ്യമങ്ങൾ പരതുകയായിരുന്നു. ഇഷ്ടംപോലെ വാർത്തകൾ, നമ്മുടെ മനസ്സിനെ മുടിച്ചു കളയുന്ന ഇഷ്ടംപോലെ വാർത്തകൾ എനിക്ക് പറയാനുണ്ട്. ഞാനിവിടെ അർഫാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തു. അത് ഒരു ദിവസം കൊണ്ട് 1,26,000 പേര് കണ്ടു. അത് കണ്ട ദിവസം എന്നെ വിളിച്ചത് 100 കണക്കിന് മനുഷ്യരാണ്. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ പ്രയർ സെല്ലുകൾ മുഴുവൻ നിറച്ച് ഇഷ്ടം പോലെ ആളുകൾ വിളിച്ചു. അങ്ങനെ ഒരുപാട് ചെറുപ്പക്കാരെ ഞങ്ങൾക്ക് ആരാധനയ്ക്ക് കൊണ്ടെത്തുന്നു. ഇന്ന് സന്ധ്യയിൽ ശബ്ദസീമയിലൂടെ ശ്രദ്ധിക്കുന്ന എല്ലാ നല്ലവരായ നാട്ടുകാർ, വ്യാപാര വ്യവസായി പ്രിയപ്പെട്ടവർ, വഴിയോരത്തിൽ നിങ്ങളെ കേൾക്കുന്നവർ, ഈ ഗ്രൗണ്ടിന് ചുറ്റുപാടുമായി ഈ ശബ്ദസീമയിലൂടെ, ശബ്ദവാഹിനിയിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ നല്ലവരായ നാട്ടുകാർക്കും, ഈ ദേശത്ത് പ്രവർത്തിക്കുന്ന എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻ്ററിൻ്റെ ആരാധനയോട് ബന്ധപ്പെട്ട് നിങ്ങൾക്കെല്ലാവർക്കും വന്ദനം ചൊല്ലുന്നു. വിവിധ സഭാവ്യത്യാസങ്ങൾ തന്നെ ഈ ആരാധനയ്ക്ക് വേണ്ടി ഒത്തിരി പ്രതീക്ഷയോടെ എത്തിയ എല്ലാ പ്രിയപ്പെട്ടവർക്കായി നന്ദി പറഞ്ഞ് നിങ്ങൾക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞു തുടങ്ങുന്നു. കോഴിക്കോട് ഏലത്തൂർ എന്ന സ്ഥലത്ത് രാഹുൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, സ്വന്തം പെറ്റയമ്മ അവനെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചു. സംഭവ പരമ്പര ഇങ്ങനെയാണ്. 13-ാമത്തെ വയസ്സിൽ ആ മകൻ പുകവലിക്കാൻ തുടങ്ങി. പുകവലം മാറ്റേണ്ടതിന് വേണ്ടി അമ്മ അറിയാവുന്ന സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി. അമ്മയ്ക്ക് അറിയാവുന്ന ഇടങ്ങളിലൊക്കെ കൊണ്ടുപോയി. അമ്മ ഉപദേശിച്ചു അവനോട് മാറണം എന്നൊക്കെ പറഞ്ഞു.
അവൻ മാറിയെന്ന് അമ്മ ധരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ അവന് ഒരു ഭേദന കേസ് വന്നു. പോലീസ് അവനെ അറസ്റ്റ് ചെയ്തു. ഇതൊക്കെ നടക്കുന്നത് 16-17 വയസ്സിനിടയിൽ. അങ്ങനെ 5 കേസിൽ വാറണ്ടോടുകൂടെ ഈ മകൻ കോഴിക്കോട് ഏലത്തൂർ എന്ന വീട്ടിൽ നിന്ന് അവൻ വയനാട്ടിലേക്കും മലപ്പുറത്തേക്കും കൊച്ചിയിലുമൊക്കെ അവൻ കടന്നു പോകും. ഒരു വല്ലാത്ത പ്രതിഭാസം ആ മകൻ്റെ ജീവിതത്തിലുണ്ടായി. കഴിഞ്ഞ ദിവസം അവൻ സ്വന്തം വീട്ടിലേക്കെത്തി. ആ വീട്ടിൽ അവൻ്റെ അമ്മയുണ്ട്, അവൻ്റെ കുഞ്ഞനുജനുണ്ട്, അവൻ്റെ അപ്പൻ്റെ സഹോദരിയുടെ കുഞ്ഞും ആ വീട്ടിൽ കഴിയുന്നുണ്ട്. അവൻ്റെ വല്യമ്മയുണ്ട്. വല്യമ്മയ്ക്ക് 68 വയസ്സ്. ഈ നിലകളിലാണ് അവരുടെ വീട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ഈ മകൻ വയലൻ്റ് ആകും. കഴിഞ്ഞ ദിവസം 68 വയസ്സുള്ള മുത്തശ്ശിയോട് അവൻ പണം ചോദിച്ചു. ഇത് ലഹരിക്കാണെന്ന് കൃത്യമായി അറിയാവുന്ന അമ്മ അത് വിലക്കി. അമ്മ പറഞ്ഞു, വല്യമ്മയുടെ രഹസ്യമായി പറഞ്ഞു, അവൻ പണം ചോദിച്ചാൽ പണം കൊടുക്കരുത്. ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാകുമ്പോൾ ഇവൻ വയലൻ്റായി അമ്മയോട് പറയും, പെറ്റ തള്ളയോട് പറയും, നീയേ പോലീസിനെ വിളിച്ചാൽ ഞാൻ നിന്നെ അപമാനിക്കും, നാട്ടുകാർ കേൾക്കെ നിന്നെ കളിയാക്കും, എന്നിട്ട് ഞാനേ ആത്മഹത്യയും ചെയ്യും. മോൻ്റെ അപമാനം സഹിക്കവയ്യാതെ അമ്മ ഇതാരോടും പറഞ്ഞില്ല. മകനൊരു ക്രിമിനലാണെന്ന് അമ്മയ്ക്ക് ബോധ്യമുണ്ട്, മടകത്ത് ബോധ്യമുണ്ട്. അതുകൊണ്ട് ഒരു 1/2 ഫർലോങ് മാറിയേ അമ്മ നിൽക്കാറുള്ളൂ. പെറ്റ മനസ്സിൻ്റെ വേദനയാ. അങ്ങനെ കഴിഞ്ഞ ദിവസം പണം സംബന്ധിച്ച കാര്യത്തിൽ വഴക്കുണ്ടായി. ഈ ചെറുപ്പക്കാരൻ, രാഹുൽ എന്ന ചെറുപ്പക്കാരൻ പെറ്റമ്മയോട് പറഞ്ഞു, ഞാനെന്താ പോലീസ് പിടികൊടുക്കാട്ടെന്നറിയാവോ? നിന്റെ ഭർത്താവ് എൻ്റെ അച്ഛൻ എന്ന വാചകം എൻ്റേതാണ്, കടമെടുത്ത് പറയുക, എൻ്റെ വാചകമാണ്. അവൻ്റെ വാചകം, നിന്റെ ഭർത്താവ് വീട്ടിൽ വരില്ലേ? വീട്ടിൽ വരാൻ ഞാൻ കാത്തിരിക്കുക, എന്നിട്ട് അദ്ദേഹത്തെ കൊല്ലും, നിന്നെ കൊല്ലും, എൻ്റെ അനുജനെ കൊല്ലും, സഹോദരിയുടെ കുഞ്ഞിനെ കൊല്ലും, വല്യമ്മയെ കൊല്ലും. അർഫാൻ അപ്പനെ അമ്മയൊക്കെ കൊന്ന കാര്യം ഈ അമ്മയുടെ മനസ്സിലുണ്ട്. പെറ്റ തള്ളയുടെ മനസ്സ് പെടയുകയാ. അമ്മ ആ സമയത്ത് തന്നെ പോലീസിനെ വിളിച്ചു. അവൻ പോലീസിനോട് പറഞ്ഞെന്നറിയോ? അവൻ തമാശയ്ക്ക് പറഞ്ഞതല്ല, ചെയ്യാൻ പറഞ്ഞ. എന്തു പറ്റി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്? എന്തു പറ്റി നമ്മുടെ യൗവനക്കാർക്ക്? എന്തു പറ്റി നമ്മുടെ കുഞ്ഞ് അനുജന്മാർക്ക്, അനുജത്തിമാർക്ക്? പുസ്തകം പറഞ്ഞു, യേശുക്രിസ്തു യെരൂശലേമിലേക്ക് ഭാരമേറിയ പച്ച പൈൻമര കുരിശുമായി കടന്നു പോകുമ്പോൾ ഇരു കരകളിൽ നിന്ന് കരയുന്ന യെരൂശലേം പുത്രിമാരെ നോക്കിക്കൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ. കാഞ്ഞിരംകുളമേ, കരയേണ്ടത് പള്ളിയെ ചൊല്ലിയല്ല, പ്രസ്ഥാനങ്ങളെ ചൊല്ലിയല്ല, മക്കളെ ചൊല്ലി കരയേണ്ട കാലം അതിവിദൂരമായി പോയി. ലഹരിയടിക്കുന്ന, കഞ്ചാവും കാശിഷും ബ്രൗൺ ഷുഗറും പട്ടച്ചാരായവും അടിക്കുന്ന, ഒരു ഗതിയില്ലാത്ത, ജീവിതത്തിനകത്തു ലക്ഷ്യബോധമില്ലാത്ത, അമ്മയുടെ കഴുത്തു കണ്ടിക്കാൻ യാതൊരു മടിയുമില്ലാത്ത, അപ്പനെ ഉലക്ക കൊണ്ട് തല്ല
തല്ലിക്കൊല്ലാൻ മടിയില്ലാത്ത ആളുകളുള്ള ഭർത്താവിനെ വിളിച്ചു വരുത്തി ഭർത്താവിനെ കഷണമാക്കി നുറുക്കി കോൺക്രീറ്റിനകത്ത് അടക്കാൻ മടിയില്ലാത്ത ഭാര്യയുള്ള നാടെന്ന് ഈ നാടിന്റെ പ്രത്യേകത. ഇവിടെ നമ്മൾ കേട്ടാൽ ഇത് ജഗത്താന്റെ നാടായി പോയോ? അമ്പമ്പോ, ഒരു വല്ലാത്ത കാലമായി. ഇത് തിരിച്ചു പിടിക്കാൻ ഇസങ്ങൾ പോരാ കേട്ടോ. ഇത് പിടിച്ചു പിടിക്കാൻ മതങ്ങൾ പോരാ കേട്ടോ. ഇത് തിരിച്ചു പിടിക്കാൻ രക്തരക്ഷസുകൾ പോരാ, കർമ്മങ്ങൾ പോരാ, കർമാദികൾ പോരാ, മന്ത്രവാദങ്ങൾ പോരാ, ആഭിചാരങ്ങൾ പോരാ, ജഗത്താന്റെ സേവ പോരാ, കൗൺസിലിംഗ് പോരാ. യേശുവിന്റെ ശക്തി വ്യാപരിക്കണം. കൈയടിച്ച ആത്മാവുള്ളവർ ഒന്നാം നാമത്തെ ഉയർത്തിപ്പിടിക്കാമെങ്കിൽ ഇന്ന് രാത്രി ആ നാമത്തെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് യേശു എന്നോട് പറയുക, ഈ ശബ്ദസീമയിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ശക്തി പെറ്റ തള്ളയെ കൊന്നു മുടിക്കാൻ മകത്തിൽ മതമടിയില്ലാത്ത ജഗത്താന്റെ നാടായി മാറി നമ്മുടെ നാട്. സ്നേഹിത, ഇത് തിരിച്ചു പിടിക്കണ, ഇത് തിരിച്ചു പിടിക്കാൻ അഭിഷേകമുള്ളവർക്ക് കഴിയൂ. ഇത് തിരിച്ചു പിടിക്കാൻ യേശുവള്ളവർക്ക് കഴിയൂ. ഇത് തിരിച്ചു പിടിക്കാനേ ആത്മാവുള്ളവർക്കേ കഴിയൂ. അഭിഷേകമുള്ള ദൈവത്തിന്റെ മക്കള് കൈയടിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി ഇതിന്റെ നടുവിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിന്റെ സാന്നിധ്യം. ഞാൻ ഇന്ന് രാത്രി മൗനമായിരിക്കുന്നില്ല. കാര്യം എന്നാന്നറിയാമോ? നീ എന്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കിയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ബന്ധനം അഴിഞ്ഞിട്ടുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി കൈകളടിച്ച് അന്യഭാഷ പറഞ്ഞ് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ കേരളം മടങ്ങി വരണം, നമ്മുടെ ഭാരതം മടങ്ങി വരണം, നമ്മുടെ ദേശം മടങ്ങി വരണം. അതിന് പ്രവർത്തിക്കാൻ പറ്റുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ആത്മാവിൽ പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ പ്രിയരെ, ഞാൻ ഈ ലഹരിക്കെതിരെ വിശക്തന്മാരെ ഇരുന്നേ ലഹരിക്കെതിരെ സംസാരിച്ചു തുടങ്ങിയപ്പോൾ എൻ്റെ വീട്ടിൽ വന്നത് ഒരുപാട് മനുഷ്യരാ. അതിരാവിലെ ഞാൻ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തിയത് വെളുപ്പിനെ 4 മണിക്ക്. 5:30 ആയപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു പറ്റം ആളുകൾ വന്നു. അവർ വന്ന് പറഞ്ഞത്, ഈ ലഹരിയെക്കുറിച്ച് നീ മിണ്ടരുത്, മിണ്ടിയെ കൊന്നുകളയുന്നു. ഒരാമയും പറഞ്ഞില്ല. അപ്പം ഞാൻ പകുതി ഉറക്കത്തില്ല. ഞാൻ ഇറങ്ങി വന്ന് പറഞ്ഞു, സാറേ ശരിക്കും സത്യമായിട്ടും ചാവാൻ ഇറങ്ങിയതാ. ഇനി നിങ്ങളെന്നെ കൊല്ലുവാണേ ഞാൻ അങ്ങ് അക്കരെ നാട്ടിൽ കയറിപ്പോവും. എൻ്റെ മക്കളും അമ്മയും അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളെ കൊല്ലാൻ പറ്റുകയല്ല, നിങ്ങളെ അപമാനിക്കും. ഞാൻ പറഞ്ഞു, അപമാനിച്ചോ? ബില്ലാദനെ വരെ ഞാൻ കൊല്ലുന്നാ പറയുന്നേ.
ബില്ലാദിനെ കൊന്നത് ഞാനാന്നാ പറയുന്നത്. സാരമില്ല, ഒരു കുഴപ്പമില്ല, ബില്ലാദിനെ കൊന്നുകൂടെ കിടക്കട്ടെ, ഒരു വഴിക്ക് പോകുന്നല്ലേ, കിടന്നോട്ടെ. പക്ഷെ ഞാൻ ഇപ്പം ഇത് കേട്ടപ്പോൾ എൻ്റെ ഇളയ കൊച്ചെന്നെ കയറി അട്ടക്കട്ടം പിടിച്ചു. എൻ്റെ ഇളയ കുട്ടി എന്നെപ്പോലിരിക്കും അവനെ കണ്ടാൽ. അപ്പം എന്നോട് ചോദിച്ചു, ഡാഡിക്ക് പേടിയുണ്ടോ? ഞാൻ പറഞ്ഞിട എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ഈ ഡാഡിയുടെ ഓട്ടം തീരാതെ ഡാഡി ഒരാളും തൊടുകയില്ല. ഇനി സ്നേഹിത, നീ എന്നെ എത്ര ആക്ഷേപിച്ചാലും ഞാനിനി പെണ്ണൊന്നും കെട്ടാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ മൂത്ത ചെറുക്കന് എന്നേക്കാൾ പൊക്കമുണ്ട്, എന്നേക്കാൾ വലിപ്പമുണ്ട്, എന്നേക്കാൾ തൂക്കമുണ്ട്. ഈ പുസ്തകമായി 3 പിള്ളേർക്കും കൊടുത്തേക്കുന്നത്. 3 കുട്ടികളും പഠിക്കാൻ മിടുക്കരാണ്. പക്ഷെ ഞാൻ ഇന്ന് വരെ ഒരിക്കലും 100-ൽ 100 മാർക്ക് വാങ്ങണം എന്ന് പറഞ്ഞിട്ടില്ല. ഇല്ല, പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ നിരുത്സാഹപ്പെടുത്തും. 100-ൽ 100 മാർക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞു, മക്കളെ, ആവറേജ് മാർക്ക് വാങ്ങിക്കണം, യേശുവിനെ ഉയർത്തണം. എനിക്ക് ഇന്ന് വരെ ഞാൻ എന്തേലും ആയെങ്കിൽ ഈ പുസ്തകം എടുത്തുണ്ട ഇവിടം വരെ എത്തിയത്. ഞാൻ എല്ലാ രാജ്യത്തും പോയത്, മലയാളികളുള്ള നാട്ടിലെല്ലാം ഞാൻ പോയിട്ടുണ്ട്. പോയത് ഈ പുസ്തകവും പിടിച്ചുകൊണ്ടാണ്. ഈ പുസ്തകമാണ്. ഞാൻ 17-ാമത്തെ വയസ്സിൽ ആദ്യമായി വിദേശ രാജ്യത്ത് യാത്ര ചെയ്തത്. 17-ാമത്തെ വയസ്സിൽ അന്ന് തുടങ്ങിയ സുവിശേഷത്തിൻ്റെ യാത്രയാണ്. എട്ടും പൊട്ടും അറിയാത്ത എന്നെ ഇവിടം വരെ നിർത്തിയൊരു ദൈവമുണ്ട്. നാളെ നടത്താൻ വിശ്വസ്തനായ ദൈവമുണ്ട്. കമ്മ്യൂണിസ്റ്റിന് വേണ്ടി ചാവാൻ നടന്ന ഞാനേ, എംഗൽസിന്റെ താത്വിക ചിന്തകൾ ഉറക്ക വിളിച്ചു പറഞ്ഞ് വീഥികളുടെ വിളപ്പുകളെ വിപ്ലവത്തിന്റെ ഓലത്തുമ്പുകളാക്കി മാറ്റി മുന്നോട്ട് പോയ ചരിത്രമായിരുന്നു എനിക്കുള്ളത്. അന്ന് ജീവിക്കാത്ത ഒരു ഇസത്തിന് വേണ്ടി മരിക്കാൻ നടന്നയാളാണ്. അങ്ങനെ മുന്നോട്ട് പോയ ആളാണ് ഞാൻ. അവിടെ സാക്ഷിയൊക്കെ ഞാൻ പിന്നീട് ഒരിക്കൽ പറയും. ഇന്ന് എനിക്ക് ഇത് കഴിഞ്ഞ് ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാനുണ്ട്. ഇവിടെല്ല ഞാൻ കിടക്കുന്നത്, അങ്ങ് ട്രിവാൻഡ്രത്താണ്, ശാസ്തമംഗലത്ത്. ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ചെന്നപ്പോൾ രാത്രി 2:30 ഇന്ന് 3 മണിക്ക് എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ യാത്രയും ഞങ്ങൾ തുടരുക. ഒരു കാര്യം നിങ്ങൾ കേട്ടോണം, ഈ സുവിശേഷ ഘോഷണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഞങ്ങളിങ്ങനെ അടിപൊളിയായിട്ട് ഒരുങ്ങി ഇവിടെ വന്ന് നിൽക്കുന്നു, പ്രസംഗമൊക്കെ പ്രസംഗിക്കുന്നു, ഒരു സങ്കടവും ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കും. അങ്ങനെയല്ല, 100,000 സങ്കടങ്ങളുണ്ട്. എത്ര ഭീഷണിയുടെ കോളുകൾ ഒരു ദിവസം വരുമെന്നറിയോ? ഞാൻ ഈ ലഹരിക്കെതിരെ പറയാൻ തുടങ്ങിയ അന്ന് മാത്രമല്ല, അതിനൊക്കെ തൊട്ട് മുൻപ് തൊട്ട് എന്നെ ഭീഷണിപ്പെടുത്തുന്ന ആളുകൾ നിരവധി ആളുകളുണ്ട്. ഇവിടുത്തെ മതരാഷ്ട്രീയ ആളുകളൊക്കെ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. കൊന്നുകളയാൻ എൻ്റെ രേഖാചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. 19-ാമത്തെ വയസ്സിൽ എന്നെ ആളുകൾ വളഞ്ഞിട്ടുണ്ട്. അവർക്ക് രേഖാചിത്രം കിട്ടി എന്നെ വളഞ്ഞതാ. പക്ഷെ അവർക്ക് ആള് മാറിപ്പോയി, ഞാനല്ലായിരുന്നു. കൈപൊക്കി ഒരു ആമീൻ പറഞ്ഞേ. അവര് എൻ്റെ വണ്ടിയാണെന്ന് വിചാരിച്ച് എൻ്റെ വണ്ടി പോലിരിക്കുന്നൊരു വണ്ടി ആളിനെ എടുത്ത് തോട്ടിലിട്ടു. ഇട്ടയാൾ അവിടുത്തെ പോലീസുകാരനാ. ഒരാമീൻ പറഞ്ഞു. അവർക്ക് തെറ്റിയതാ. കൈയൊന്ന് ഉയർത്തി ഒരാമീൻ പറഞ്ഞേ. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാ, ഇന്ന് വരെ ഒരാൾ പോലും എൻ്റെ രോമത്തെ തൊട്ടിട്ടില്ല. അത് ഞാൻ പഠിച്ച കരോട്ട ബ്ലാക്ക് ബെൽറ്റ് കൊണ്ടൊന്നുമല്ല, ഞാൻ പിടിച്ച സംവിധാനം കൊണ്ടൊന്നുമല്ല, ഞാൻ പഠിച്ച അടിതട കൊണ്ടൊന്നുമല്ല, യേശുവിൻ്റെ സാന്നിധ്യം കൊണ്ട്. നിങ്ങൾക്കറിയാമോ, എരിമേലി എന്ന ദേശത്ത് സുരേഷ് പാസ്റ്റർക്കൊക്കെ ഇന്നെന്ന പോലെ ഓർമ്മയുണ്ട്, ഞങ്ങളിവിടെ ഒരു യോഗം ആരംഭിച്ചു. ഏറ്റവും ടഫായിട്ടുള്ള ഏരിയയാണ് എരിമേലി. നിങ്ങൾക്കറിയാം, ശബരിമല ഉൾപ്പെട്ട് നിൽക്കുന്ന സ്ഥലം. ആ സ്ഥലത്ത് ഞങ്ങൾ കരിങ്കൽമൂടിയിൽ ആരാധന തുടങ്ങി. 3-ാമത്തെ ആഴ്ച അവിടെ ശബരിമലയുടെ താഴെ ഇരിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനെ വിളിച്ച് ഞാൻ ദൂത് പറഞ്ഞു. ആ മനുഷ്യൻ മരിക്കാൻ കയറി വന്നതാ. ആ മനുഷ്യൻ നാട്ടി മൊത്തം പറഞ്ഞു, ശരിക്കും യേശു എന്ന ദൈവം ജീവിക്കുന്നു. 3 മാസം കൊണ്ട് ആരാധന 800 പേര് ക്ലോസ് ചെയ്തു. സഭ വളർന്നു ഭയങ്കരമായി. എല്ലാ ദിവസവും ശബ്ദത്തിൻ്റെ പേരിൽ പോലീസുകാർ വരും. ഞാൻ പോലീസുകാരുടെ ഇടയിൽ നിൽക്കും, പറഞ്ഞവരെ വിടും. അത് കഴിഞ്ഞ് അടുത്ത പോലീസുകാർ വരും, ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോവും, തിരിച്ചു വരും.
അങ്ങനെ 100 പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ കയറി. ഇന്നും അവിടെ ആരാധന നടക്കുന്നുണ്ട്. എന്നെ പലരും ഉപദേശിച്ചു, എന്തിനാ ഈ പ്രശ്നമൊക്കെ ആയിട്ട് ഈ ആരാധന നടത്തുന്നേ? ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ യേശു പോയിടത്തെല്ലാം പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങൾ ചെന്ന കുറുക്കനോട് പറ, ഇന്നും നാളെയും ഞാൻ ഇവിടെ ഉണ്ട്, മറ്റന്നാൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കാം. ഈ മാർഗം തകരുന്ന മാർഗമല്ല, ഈ മാർഗം നശിക്കുന്ന മാർഗമല്ല. പുസ്തകം എടുത്ത് ഒരുത്തരും നശിച്ചിട്ടില്ല മക്കളെ. ഇതെടുത്തവനല്ല, ഉയർന്നിട്ടുണ്ടെന്ന് കൈയടിച്ചൊന്ന് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് സ്വീകരിച്ച്, ഈ പുസ്തകം എടുത്തവനല്ല, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. സാക്ഷ്യം പറയാൻ പറ്റുമോ? ഒരു കേസ് കൂടെ ഉണ്ട്. കൈവൊക്കെ ഒരു ആമീൻ പറഞ്ഞേ. ഇവിടെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ റോബറിയിൽ 2ാമത്തെ പ്രതി ഇവിടെ യോഗത്തിലുണ്ട്. രാമീൻ പറഞ്ഞു. മൊത്തത്തിൽ ഇഷ്ടം പോലെ കേസുണ്ട്. പരസ്യമായിട്ട് എഴുന്നേപ്പിച്ച് നിർത്താത്ത വാറണ്ടില്ല ആള്. ഇനി 2 കേസ് കൂടെ ബാക്കിയുണ്ട്. ഇന്നൊരു കേസിന് അദ്ദേഹത്തിന്റെ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പേരില്ലായിരുന്നു. ആളെ മർത്തോമേന്ന് പെന്തിക്കോസി വന്ന അവിടുന്ന് പിന്മാറി ഗുണ്ടകളുടെ കൂടെ കൈവെട്ടും കാലുവെട്ടും തലവെട്ടും സ്വർണം എടുക്കാനും ഇങ്ങനെ ഈ വിധത്തിലൊക്കെ പൊക്കൊണ്ടിരുന്ന ഇന്നിപ്പോ എൻ്റെ കൂടെ പുസ്തകം എടുത്ത് നടക്കുക. ഇതുപോലെ ഇഷ്ടം പോലെ ചെറുപ്പക്കാർ എൻ്റെ കൂടെ ഉണ്ട്. ഒരു പാസ്റ്ററിനെ ഞാൻ അവിടെ ആക്കിയിട്ട് വന്ന കഴിഞ്ഞ ചൊവ്വാഴ്ച കിട്ടിയതാ. പാസ്റ്ററിന് പഠിക്കാൻ പോയി. ചെന്ന പാസ്റ്റർ കുടിക്കുന്ന ആളായിരുന്നു. പാസ്റ്ററും അസിസ്റ്റന്റും കൂടെ കുടി തുടങ്ങി അവിടെ. അങ്ങനെ ഇവൻ കുടിക്കാൻ പഠിച്ചു. വയസ്സ് 37, ജീവിതം നശിച്ചു പോയെന്നേ. ആത്മഹത്യ ചെയ്യാൻ പല ആവർത്തികൾ ശ്രമിച്ചു. അങ്ങനെ യൂട്യൂബിൽ നമ്മുടെ വീഡിയോ കാണുന്നേ. അവൻ അന്ന് തീരുമാനിച്ചു, രക്ഷപ്പെടാനൊരു വഴിയുണ്ടെങ്കിൽ ഞാനിതെല്ലാം അവസാനിപ്പിച്ച് യേശുവിൻ്റെ കൂടെ കൂടുക. ഇന്നലെ ഞാൻ അവനെ കണ്ടപ്പോൾ ചോദിച്ചു, മോനെ സമാധാനമാണോ? എന്നാൽ എന്നോട് പറഞ്ഞു, വെച്ചാ ഞാൻ 17ാമത്തെ വയസ്സിൽ ബൈബിൾ കോളേജ് പഠിച്ച് 21ാമത്തെ വയസ്സിൽ പാസ്റ്റർ കൂടെ പോയതാ. പാസ്റ്ററും ബീർ കുടിക്കും, ഇവനും കുടിക്കും, അസിസ്റ്റന്റും കുടിക്കും. ഞങ്ങളോടുള്ള ആളുകളുടെ ദേഷ്യം ഇതാ. ഞങ്ങളുടെ യോഗത്തിൽ വരരുതെന്ന് പറയുന്നത് എന്നാണെന്നറിയോ? നീ അടിച്ചിട്ടാ വരുന്നത്, നിന്നെ ഞാൻ പൊക്കും. നിന്റെ കൈ കുഴപ്പമുണ്ട്, നിന്നെ ഉറപ്പായിട്ടും പൊക്കിയിരിക്കും. അതിന് എത്ര പൊന്നു മോനാണെങ്കിലും പരസ്യമായിട്ട് പറയില്ല, നിന്റെ കാതി പറയും. ഒരാമീൻ പറ. കഴിഞ്ഞ ദിവസം ഒരു കത്രദാസൻ, ഞാൻ ഒരു കൺവെൻഷൻ ഇതുപോലെ പ്രസംഗിക്കുക. ആ മനുഷ്യൻ ജ്യോതിഷം നോക്കാൻ പോകുന്നയാളാ. അദ്ദേഹം ഇവിടെ ഉണർവ് പ്രാസംഗികൻ. പരിശുദ്ധാത്മാവെന്നോട് പറഞ്ഞു, നീ പരസ്യമായിട്ട് പറയരുത്, കാതിൽ പറയണം. ജ്യോതിഷം നോക്കാൻ പോകുന്നതാ. അവന്റെ തലമുറ ഞാൻ തിരിച്ചെടുക്കുമെന്ന് പറയാൻ പറഞ്ഞു. കേൾക്കണോ നിങ്ങൾക്ക്? ഈ ആളുകൾക്കാർക്കും ഒന്നും മനസ്സിലായില്ല. പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മൈക്ക് മാറ്റിവെച്ച് ദൂത് പറഞ്ഞു. ആ മനുഷ്യനൊരു കുഞ്ഞ് കരയുന്ന പോലെ എൻ്റെ കാലിലോട്ട് വീണ് പറഞ്ഞു, ബിനിപാസെ സത്യമായി പറഞ്ഞേ, ഞാൻ പോയിട്ടുണ്ട്, 100 കണക്കിന് പ്രാവശ്യം പോയിട്ടുണ്ട് പാസ്റ്ററെ, ഇനി ഒരിക്കലും പോകില്ല. ആ ഒരു കാര്യത്തിന് വേണ്ടി പോകില്ല. സ്നേഹിത, നിന്നെ കൃത്യമായി അറിയാവുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഈ ഇതിനകത്ത് വന്നിട്ടുണ്ട്, ഈ അങ്കണത്തിൽ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി നിനക്ക് വിടുതല തരാനാ എന്റെ ദൈവം ഇവിടെ വന്നിട്ടുള്ളത്. ഒന്ന് കൈയടിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകള് ആദരവൊന്ന് തുറന്ന് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകളെ യേശുവേ എന്ന് വിളിച്ച് എല്ലാരും കൂടെ കൈയൊന്നടിച്ച് ആദരവൊന്ന് തുറന്ന് നാവൊന്ന് ചലിപ്പിച്ചു വിളിച്ച് ആ നാമത്തെ ഒന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകള് കൈയടിച്ച് ആ നാമത്തെ ഒന്ന് ഉയർത്താൻ പറ്റുന്ന എല്ലാരും കൂടെ നാമത്തെ ഒന്ന് ഉയർത്തിയേ. ഇന്ന് രാത്രിയിൽ ഏതോ പ്രതിസന്ധിയുടെ അറ്റത്ത് നീ കടന്നു പോയാലും Alcana
നമുക്കൊരു വാക്യം ഒന്ന് വായിച്ചേക്കാം. 80 നിങ്ങൾ പോയിരുന്നോ? ഇല്ല, ഞാൻ പ്രസംഗിച്ച് തീരുന്നതിനും വരെ നിൽക്കേണ്ടി വരും. പോയിക്കോ. 80 നീ അവിടെ അങ്ങ് ഇരുന്നോ. 86-ാമത്തെ സങ്കീർത്തനം 17-ാമത്തെ വാക്യം നമ്മൾ ഒന്ന് വായിക്കാൻ പോവാണ്. ബൈബിളുള്ളവരൊക്കെ ഒന്ന് തുറന്ന് നോക്കിക്കോണം. 86-ാം സങ്കീർത്തനം 17-ാമത്തെ വാക്യം. എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരു അടയാളം എനിക്ക് തരണമേ. യഹോവേ, നീ എന്നെ സഹായിച്ച് ആശ്വസിപ്പിച്ചിരിക്കുന്നുവല്ലോ. മോളെ ഒന്നുകൂടെ ആ വാക്യം വായിച്ചു. നിങ്ങൾ കണ്ടവരൊക്കെ ഒന്ന് വരച്ചേര്. ഇന്നും നാളെയും ഞാൻ ഈ വിഷയത്തിൽ നിന്നാണ് സംസാരിക്കാൻ പോകുന്നേ. എന്നെ പകച്ചവർ കണ്ട് ലജ്ജിക്കേണ്ടതിനാ നന്മയ്ക്കായി ഒരു അടയാളം എനിക്ക് തരണം. നന്മയ്ക്കായി ഒരടയാളം എനിക്ക് തരണം. ഈ വാക്യം കേട്ടപ്പം അകത്തൊരു പ്രതീക്ഷയുള്ളവര് കൈപൊക്കി ഒരു ആമീൻ പറഞ്ഞേ. രാത്രി എന്നെ നടക്കാൻ പോകുന്നറിയോ? പകച്ചവർ കണ്ട് ലജ്ജിക്കും. നിന്നെ ലജ്ജിപ്പിക്കാൻ വേണ്ടിയാ പകച്ചത്. നിന്റെ കുടുംബത്തെ ലജ്ജിപ്പിക്കാൻ വേണ്ടിയാ പകച്ചത്. ഈ രാത്രി എന്നോട് ദൈവം പറയുക, ശത്രുവിൻ്റെയും പകന്റെയും നാവിനെ മിണ്ടാതാക്കുന്ന ഒരു ദൈവത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. ഈ കൈയടിക്കുന്ന ജനത്തിൻ്റെ നടുവിലേക്ക്, ഈ ആരാധിക്കുന്ന ജനത്തിൻ്റെ നടുവിലേക്ക് ഇന്ന് രാത്രി ആ ദൈവത്തിൻ്റെ ശക്തി ഇതിൻ്റെ നടുവിൽ വ്യാപരിച്ച് ഉയരാൻ തുടങ്ങുക. ഒന്ന് കൈയടിച്ച് ആധരം തുറന്ന് നാവൊന്ന് ചലിപ്പിച്ച് വിളിച്ചു പറഞ്ഞേ, പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരടയാളം ചെയ്യാൻ പോവാ. പകച്ച നിന്നെ കണ്ട്, പകച്ച നിന്നെ കണ്ട്, പകച്ചവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരടയാളം ചെയ്യുന്ന യേശുവിന്റെ ശക്തിയുടെ സാന്നിധ്യം കരമടിച്ച് യേശുവേ 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 എന്നോട് പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ കുടുംബത്തെ പകച്ചവരുണ്ട്, നിന്റെ തലമുറ പകച്ചവരുണ്ട്, നിന്റെ വീടിനെ പകച്ചവരുണ്ട്. ഇന്ന് രാത്രി അവർ ലജ്ജിക്കാൻ പോവാ. ഇന്ന് രാത്രി അവർ ലജ്ജിക്കാൻ പോവാ. ഈ രാത്രി നീ ഒരു ജയമായി മാറുക. കരമടിച്ചൊന്ന് അന്യഭാഷ പറഞ്ഞ് ആധരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിച്ചു ദൈവത്തിന് ശക്തിയോടൊന്ന് സ്തോത്രം ചെയ്തേ. അഭിഷക്തന്മാരെ, ദൈവത്തിന്റെ മക്കളെ, ഒരു വാക്ക് നിങ്ങൾ കേട്ടോണം. എന്നും എക്കാലത്തും പകയ്ക്കുന്നവരുണ്ട്. അത് വീട്ടിലാകാം, നാട്ടിലാകാം, കൂടപ്പറപ്പാകാം, സഹോദരങ്ങളാകാം, അമ്മയാകാം, ആരുമാകാം പകയ്ക്കുന്നവർ. പക്ഷെ ഇന്ന് രാത്രി പകയ്ക്കുന്നവരുടെ നടുവിൽ നിന്നെ മാനിക്കുന്ന ദൈവമുണ്ട്. പകയ്ക്കുന്നവരുടെ നടുവിൽ നിന്നെ ഉയർത്തുന്ന ദൈവമുണ്ട്. പകയ്ക്കുന്നവരുടെ നടുവിൽ നിന്നെ നടത്തുന്ന ദൈവമുണ്ട്. ഇതകത്തു കൊള്ളുന്നവരുണ്ടെങ്കിൽ ഈ രാത്രി ആധരം തുറന്ന് എന്തിനാ എല്ലാരും നിങ്ങളെ, ഒരു മിനിറ്റ് ഇരുന്നേ, എന്തിനാ എല്ലാരും നിങ്ങളെ പകയ്ക്കുന്നേ? അവരുടെ പ്രതീക്ഷയ്ക്ക് മുകളിൽ നിങ്ങൾ ഉയർന്നാൽ അവർ നിങ്ങളെ പകയ്ക്കും. രാമയും പറ, നിങ്ങളുടെ ശുശ്രൂഷ അവര് വരച്ച ഒരു വരയുണ്ട്. ആ വര പൊട്ടിച്ചാൽ അവര് നിങ്ങളെ പകയ്ക്കും. അവര് നിങ്ങൾക്കെതിരെ വരച്ച ഒരു വീടുണ്ട്, അതിനേക്കാൾ വലിയ വീട് വെച്ചാൽ അവർ പകയ്ക്കും. രാമയും പറഞ്ഞു, അവര് നിന്നെ കുറിച്ചൊന്ന് വിചാരിച്ചിട്ടുണ്ട്, അതേ നടക്കാവൂ.
പക്ഷെ ഇന്ന് രാത്രി അഭിഷക്ത അത് നീ മറികടക്കാൻ പോവാ. ഈ രാത്രിത്തെ ആരാധന കൊണ്ട്, അഭിഷേകത്തിന്റെ ശക്തി കൊണ്ട് ചില സ്ഥലങ്ങളെ ഇളക്കി മറിക്കാൻ ചില ആളുകളെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവാ. ചില ദേശങ്ങളെ ഇളക്കി മറിക്കാൻ, ചില രാജ്യങ്ങളെ ഇളക്കി മറിക്കാൻ, ചില ശക്തികളെ ഇളക്കി മറിക്കാൻ, ചിലതിനെ കുടഞ്ഞു കളയാൻ ചില നീതിദേവിയെ കുടഞ്ഞു കളയാൻ അഭിഷക്ത, ചിലതിനെ കുടഞ്ഞു കളയാൻ, ചിലതിനെ കുടഞ്ഞു കളയാൻ. കേൾക്കുന്നവരുണ്ടെങ്കിൽ ഈ രാത്രി ആ കൈയൊന്നടിച്ച് അന്യഭാഷയൊന്ന് പറഞ്ഞ് യേശുവിനൊന്ന് നന്ദി പറഞ്ഞ് എന്നോട് കർത്താവ് പറയുക, ചിലതിനെ കുടയുന്ന രാത്രിയാണ്, ചിലതിനെ കുടയുന്ന രാത്രിയാണ്, ചിലതിനെ കുടയുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. ചൂടമനമ്പല വന്ദനവൈഡേ അർമ്മമനമ്പല വൈഷസ്ഥാനേ നമ്പൽവൈഡേ ശബരന്തല ദൈരഗരന്തല രഗജഗരഗദല വൈഡഗരാദല ദൂരവലക്ഷവരന്തല വേദവരന്തല രഗജര അൽഖാരംദേ രഗജാലദേ രേദേ ശൈഡാലാദാരംദേ വീരാലഗജഗരഗദാന അഷ്കരഗാദല വൈഡഗരാദല ഗന്ദല രഗജഗ രൈഡഗരാ വീരവലക്ഷവരന്തല വേദവരന്തല വേദവ ദുഷാലദാദാദാദേ രേദേ രീഖാദ ഹല്ലോഗസന്തേ രേദ ലൈഷ. കൈയൊന്ന് ഉയർത്തി ഒരു ആമേൻ പറഞ്ഞേ. എനിക്കൊരു ചില കാര്യം പറയാനുണ്ട്. നിങ്ങളൊന്നിരുന്നേ, രണ്ട് കാര്യം പറഞ്ഞിട്ട് നമുക്ക് ആരാധിച്ചേക്കാം. പകയ്ക്കുന്നവർ കണ്ട് മറക്കുവോ? പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതില്ല, നന്മയ്ക്കായി ഒരടയാളം ചെയ്യും. പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതില്ല. ഇപ്പൊ നീ ലജ്ജയാ, കുറച്ച് കഴിയുമ്പോ നിന്നെ കണ്ട് പലരും ലജ്ജിക്കും. സ്നേഹിതരെ, ഒരു കാര്യം അറിയാമോ? ലോലിതച്ചാ വന്നേ. നിങ്ങൾ കണ്ടോ ഈ മനുഷ്യനെ? എയർപോർട്ടിലെ ഉദ്യോഗസ്ഥനായിരുന്നു. സീസോഫീമിയായിരുന്നു ഇദ്ദേഹത്തിന്. സീസോഫീമിയ എന്ന് പറഞ്ഞാൽ 1983 ഇന്ത്യയിൽ 4 പേർക്കായിരുന്നു സീസോഫീമിയ. അതിലൊരാളാണ് ഇദ്ദേഹം. എന്ന് വെച്ചാൽ പച്ചയ്ക്ക് പ്രാന്ത. മദ്യം കിട്ടിയില്ലെങ്കിൽ പ്രാന്താവും. ഇനി ചങ്ങലയില്ലാത്ത ഹോസ്പിറ്റലില്ല, ഷോക്കടിപ്പിക്കാത്ത ആശുപത്രി ഇല്ല. കൃപയാൽ ഇന്ന് പ്രാന്തില്ല, ഇന്ന് സീസോഫീമിയ ഇല്ല. സീസോഫീമിയ വന്ന 1983 സീസോഫീമിയ പിടിപെട്ട 4 പേരിൽ 3 പേരും മരിച്ചു. ഒരാള് ജീവിച്ചിരിക്കുന്നു. ലോലിൽ എന്ന ഈ പ്രിയ പിതാവ് ജീവിച്ചിരിക്കുന്നു. ഇന്ന് എലോഹിമിന്റെ ഒരു സുവിശേഷകനാണ്. ദേശാന്തരം യേശുവിന്റെ നാമത്തെ ഉയർത്തുന്ന ഒരു അഭിഷക്തനായി ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുകയാണ്. ഇതിന്റെ പിൻപിൽ ചലിച്ചൊരു കരമുണ്ട്. ഇദ്ദേഹത്തെ കാണുമ്പോ ഡോക്ടർ ചോദിക്കും, പഴയ ലോലിത്ത് തന്നെയാണോ ഇത്? പഴയതല്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാവുന്നു. നിന്റെ ലിവർ തമ്പുരാൻ പുതിയാക്കി തരും. ഈ മനുഷ്യന് പുതിയ ലിവർ കൊടുത്തു, പുതിയ കിഡ്നി കൊടുത്തു, പുതിയ ഹാർട്ട് കൊടുത്തു, പുതിയ അവയവങ്ങൾ സൃഷ്ടിച്ചു. സ്നേഹിത, ഇന്ന് രാത്രി ദൈവം നിന്നെ പുതുതാക്കാൻ പോവാ. കൈ അടിച്ചൊന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ യേശുവേ എന്നൊന്ന് വിളിച്ച ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി പറയാൻ പറ്റുമെങ്കിൽ ആധരം തുറന്ന് യേശുവേ എന്ന് വിളിച്ച ഈ രാത്രി ഒന്ന് നന്ദി പറഞ്ഞേ. കാഞ്ഞിരംകുളവേ സീസോഫീമിയ മാറ്റാൻ കരുത്തുള്ള യേശു കാഞ്ഞിരംകുളത്ത് വന്നിട്ടുണ്ട്. അവൻ ഇന്ന് രാത്രി ജീവിക്കുന്ന ഒരു വാക്കൂടെ അവിടെ നിൽക്കണേ. പോകല്ലേ, കയറി വാ. വീട്ടിൽ പിണങ്ങി കുഞ്ഞുപ്രായത്തിൽ വീട് വിട്ടിറങ്ങിപ്പോയ അഭിഷക്തൻ എത്രാമത്തെ വയസ്സിൽ? 18ാമത്തെ വയസ്സിൽ വീട്ടിൽ നിന്ന് പോയതാ. ഇനി തിരിച്ചു വരത്തില്ലെന്ന് വിചാരിച്ച് കൊച്ചി കൂടി
പക്ഷെ ഇന്ന് ഞങ്ങൾ കൊച്ചിക്കാരൻ്റെ കയ്യിൽ പുസ്തകം കൊടുത്തു. കൈയടിച്ചൊരാമയും പറ. ഇനിയും സാക്ഷികളെ കൊണ്ട് തന്നെ ആവശ്യം. ഇതുപോലെ 100 കണക്കിന് മനുഷ്യരെ നിൽക്കിയല്ലേ. പെട്ടകം, അവന്റെ പേര് പെട്ടകം ഒന്നുമല്ല, അവനൊരു ബാൻഡ് ഉണ്ടായിരുന്നു പെട്ടകം. ചെങ്കൽച്ചൂള സ്വദേശിയാണ്. വെള്ളം അടിച്ച് ഓടെ കിടന്ന, ഇപ്പൊ വെള്ളം അടിച്ചവർക്ക് വേണ്ടി പാടുന്ന പാട്ടാ. അതല്ലയോ ഞങ്ങൾ നിന്നങ്ങ് പാടുക. എൻ്റെ കൂടെ വരുമ്പോ 100 കിലോയ്ക്ക് മേളുണ്ടായിരുന്നു. ഇപ്പൊ കുറഞ്ഞു. ഇപ്പൊ എത്രയായി? ഇപ്പൊ ഒരു 70 വരെ കുറഞ്ഞു. കുറച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഒരാമയും പറഞ്ഞില്ല. കുറച്ചുകൊണ്ടിരിക്കും. ഉപവാസത്തിലാണ്. എത്ര ഇന്ന്? 19 ദിവസമായിട്ട് കുടലിണക്കി ഉപവസിക്കുക. ഈ കാണുന്ന എല്ലാവരും സാക്ഷിയുള്ളവരാ. സാക്ഷിയില്ലാത്ത ഒരാൾ പോലും ഇവിടെ ഇല്ല. ഉണ്ണിക്കുട്ട ഇങ്ങോട്ട് വാടാ, തൊപ്പിയൊക്കെ മാറ്റിയിട്ട് വാ. SIയുടെ മോനായിരുന്നു. സ്നാനപ്പെട്ടിട്ടില്ല ഇതുവരെ. വീട്ടിൽ അരാജകത്വം കൊടികുത്തി വാണപ്പോ പോലീസുകാരൻ്റെ മോന് യേശുവിൻ്റെ സാക്ഷിയായി. കൈയടിച്ചൊന്ന് യേശുവെ എന്ന് വിളിച്ച്. ഇനിയും 100 കണക്കിന് ചെറുപ്പക്കാരൻ്റെ കൂടെ ഉണ്ട്. ഫിലിമിൽ അഭിനയിച്ച ആളുകൾ എൻ്റെ കൂടെ ഉണ്ട്. ഫിലിമിൽ അഭിനയിച്ചു വട്ടായി പോയവർ എൻ്റെ കൂടെ ഉണ്ട്. യേശുവിന്റെ നാമത്തെ ഉയർത്തിപ്പിടിക്കുക. കാഞ്ഞിരംകുളമേ, ഈ യേശു വിടുവിക്കുന്ന ദൈവമാണ്. ഈ യേശു അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. ഈ യേശു അത്ഭുതത്തിന്റെ ദൈവമാണ്. ആളുകളെ മാറ്റി നിർത്തിയവരെ വിടുവിക്കാൻ കരുത്തുള്ള ദൈവമാണ് ഈ സർവശക്തനായ ദൈവം. ഒരു കാര്യം നിന്നോട് ഉറപ്പ് പറയാം, ആരിറക്കി വിട്ടാലും ഞാൻ കൂടെ കൂട്ടും. ആര് മാറ്റി നിർത്തിയാലും ഞാൻ ആഹാരം തരും. ആരൊന്നും തന്നില്ലാലും എനിക്കുള്ളത് നിങ്ങൾക്ക് തരും. രാമീം പറ. അതാണും പെണ്ണും ഒന്നും വ്യത്യാസമില്ല. നിങ്ങൾക്ക് വരാം. വന്നാ നിങ്ങളെ ഞാൻ നോക്കും. രാമീം പറ. ഇത് കട്ട് ചെയ്യരുത്, യൂട്യൂബിൽ ഇട്ടേക്കണം. രാമീം പറ. നോക്കും. നോക്കും എന്ന് പറഞ്ഞാൽ എനിക്ക് വീട് മാത്രമല്ല, ഓൾഡ് ഏജ് ഹോം ഉണ്ട്. തെരുവിൽ ഒരാളെ കിട്ടിയ പോലീസ് ആദ്യം വിളിക്കുന്നത് എന്നെയാ. രാത്രി 2 മണിക്ക് കോള് വരും, അറ്റൻഡ് ചെയ്യും. ഒരാമയും പറഞ്ഞേ. ഞങ്ങളിപ്പം എന്തോ നമ്പരാടാ, എന്തോ നമ്പരാ? ടോൾ ഫ്രീ നമ്പർ എടുക്കാൻ പോവാ. ഒരാമയും പറ. വിളിക്കട്ടെ. എന്തോ പറയുന്നു? എനിക്കുള്ളതെല്ലാം നിങ്ങൾക്ക് തരുമെന്ന് ഞാൻ പറയത്തില്ലേ. അതെന്നാന്ന് ചോദിച്ചാൽ എനിക്കാകെ ഉള്ളത് 4.5 കോടി രൂപ കടവാ. ഇരിക്കട്ടെ അവരൂടെ. ഒരു സ്വത്രം പറ. ഈ നമ്മളെ പാചകവാടി മാത്രമേ ഉള്ളൂ. കർത്താവിൻ്റെ വരവ് ഇപ്പൊ പോകുന്ന പറയുന്നത്. കർത്താവിൻ്റെ വരവിൽ ഇപ്പൊ പോകുന്ന ആർക്കും ഒരു 5 രൂപ കൊടുക്കത്തില്ല. നമ്മളടുത്ത വീടിന്റെ ഫ്ലോർ പണിതുകൊണ്ടിരിക്കുക. ഞാൻ ഈ 4.5 കോടി രൂപ എനിക്ക് കടവായത് എങ്ങനെയാണെന്നറിയോ? പള്ളിക്ക് സ്ഥലം വാങ്ങിച്ചാ. രാമീം പറ. നീ അവിടെ പള്ളി കെട്ടാൻ പോവാ. രാമീം പറയുന്നില്ല. അതും കടമെടുക്കും. ബാങ്കില്ല ഇവിടെ. ബാങ്കേ ഉള്ളൂ. എന്നെ കാണുമ്പം അവർ വിചാരിക്കുന്നത് ഞാൻ എപ്പോഴും അമേരിക്കയിലാണ്. അപ്പം ബാങ്കുമാരെ എന്നോട് ചോദിക്കും, സാർ എന്നാ വന്നേന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു, സാർ ഇന്നലെ വന്നേ ഉള്ളൂ. ഞാൻ ശരിക്കും തിരുവനന്തപുരത്ത് നിന്ന് വന്നേ ഉള്ളൂ. അതിന് കാര്യമാണ് സാറ്. സ്റ്റാഫിനൊക്കെ എന്നോട് ഭയങ്കര, ഞാനവിടെ ചെന്ന ആളുകളൊക്കെ വിചാരിക്കുന്നത് ഞാൻ ഈ ബാങ്കിലെ ഉദ്യോഗസ്ഥൻ്റെ മേളത്തെ ഉദ്യോഗസ്ഥനാണ്. ഒരു ഉദ്യോഗസ്ഥനുമല്ല. എല്ലാവരും എൻ്റെ വട്ടം കൂടും. ഞാൻ അവിടെ ഇരുന്ന് യേശുവിനെ കുറിച്ച് പറയും. ഞാൻ ഈ പോയ യാത്രകളും ഇവരുടെ കഥയും ഒക്കെ പറയും. ഇവർ ഓരോരുത്തരുടെ കാര്യവും പറയും. ഇവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയേക്കാൻ. അത് കഴിഞ്ഞ് എല്ലാ എംപ്ലോയീസിനും ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോരും. രാമീം പറ. എനിക്ക് ദൂത് പറയാൻ അന്യഭാഷയും കീബോർഡും ഒന്നും വേണ്ട. രാമീം പറഞ്ഞില്ല. പിന്നെ ഇതൊന്നും വേണ്ട ചേട്ടാ, ഇതൊന്നും വേണ്ട. അങ്ങനെ ഫെഡറൽ ബാങ്ക് ഇരിക്കുമ്പോൾ ഒരു ചേട്ടൻ എന്നെ അടുത്തിരിക്കുന്നു. ഞാൻ ചോദിച്ചു, പോലീസല്ലയോ? പോലീസ് ആയിരുന്നില്ലേ? ആയിരുന്നു. മോടെ ഒരു പ്രശ്നമുണ്ടല്ലോ. പുള്ളി എന്നോട് ചോദിച്ചു, DGP ആണോ? ഞാൻ പറഞ്ഞല്ല. പുള്ളി SP ആയിട്ട് റിട്ടയർ ചെയ്തയാളാ. മോള് ഡൈവോഴ്സിന്റെ കേസിൽ കിടക്കുക. അന്ന് ആ മനുഷ്യൻ എന്നെ വീട്ടിൽ കൊണ്ടുപോയി. അവിടെ ഞങ്ങൾ പ്രാർത്ഥന ആരംഭിച്ചെന്ന അവരിന്ന് യേശുവിന്റെ നാമത്തെ ഉയർത്തുവാന്ന്. ആ കൊഞ്ഞിന്റെ കുടുംബജീവിതം തകർന്നു പോയില്ലെന്ന്. രണ്ട് വശത്തു പോയ ആളുകളെ തിരിച്ചു കൊണ്ടുവന്നെന്ന്. നിന്നെ പൊട്ടിക്കാൻ നോക്കുന്നിടത്ത് തിരിച്ചു പിടിക്കുന്ന ഒരു സുവിശേഷത്തിന്റെ പവർ ഉണ്ടെന്ന്. കയ്യൊന്നടിച്ച് യേശുവേ എന്നൊന്ന് വിളിച്ച് പോയിരുന്നോ? കൂട്ടാ സ്നാനപ്പെടണ്ടായോ?
പെടണം. ഒരു ആമീൻ പറ. പെടണമെന്ന്. പിന്നെ സ്നാനപ്പെടുന്ന കാര്യം പറയുമ്പോൾ ആട് വെള്ളം കാണുന്ന പോലാണെങ്കിൽ നിന്റെ കാര്യം പോകാം. ഒരാമീൻ പറഞ്ഞില്ല. സ്നാനപ്പെട്ടില്ലേ നീ വെട്ടുപോകും. നിങ്ങൾ വേണ്ടുന്നില്ല. ഒരു ദിവസം കർത്താവ് ഇറങ്ങി പറഞ്ഞു, ഒരു പെട്ടകം ഉണ്ടാക്കണം. ഗോഫർ മരം കൊണ്ട് ആ പുള്ളിയെ വിടല്ല, ദൂത് പറയാനുണ്ട്, പോവല്ല. കുഞ്ഞുമന്റെ പേരെന്തുവാ? സജിബർ പറഞ്ഞാൽ മതി. എന്തുമില്ല ഏട്ടാ, ഒരു സ്വോത്രം പറഞ്ഞുതരാം. ഒന്നുകിൽ പുള്ളി നിന്നാവും അല്ല ഔട്ടാവും. ഒരു സ്വോത്രം പറഞ്ഞുതരാം. അതാ യേശു എന്നോട് പറയുന്നത് അങ്ങനാ. ഞാൻ ഇന്ന് കാര്യമൊക്കെ പറയും, നിങ്ങൾ കണ്ടോളുക. ഈ രാത്രി എന്നെ കേട്ടെ. ഇനി മുഷിഞ്ഞ വേഷം അതൊന്നും കുഴപ്പമില്ല. തമ്പുരാനൊന്നും പ്രശ്നമില്ല. ഇല്ല, അതൊന്നും വിഷയമല്ല. നിങ്ങൾക്കറിയാം, ഒരുത്തനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പം ഞാൻ എൻ്റെ ഉടുപ്പൂരി കൊടുത്തു. അവൻ എൻ്റെ ഫോട്ടോ എടുത്തിട്ട് പറഞ്ഞു എന്നെ പോലീസ് കൊണ്ടുപോയെന്ന്. രാമീൻ പറഞ്ഞേ. അവനെ കൊണ്ടുപോകാൻ വന്നാൽ പോലും ഞങ്ങളിങ്ങനെ നാട്ടിൽ ആൾക്കാരെ വരുമ്പോൾ എടുത്തോണ്ട്, ഇപ്പം ഉടുത്തുണി ഇല്ലാത്തവരാണ് എൻ്റെ ഉടുപ്പൂരി കൊടുക്കും. എനിക്കൊന്നും പ്രശ്നമില്ല. രാമീൻ പറ. അങ്ങനെ സ്നേഹിത, ഒരു കാര്യം കേട്ടോണം. യേശുവിനെ നിന്നെ വിടുവിക്കാൻ നിനക്കൊരു മനസ്സുണ്ട്. അത് മതി, അത് മാത്രം മതി. മനസ്സുണ്ട്. ഇന്ന് രാത്രി ദൈവം നിന്നെ വിടുവിക്കും. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. പകച്ചവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരടയാളം നടക്കും. ഒന്ന് കൈ ഉയർത്തി ഒരാമീൻ പറഞ്ഞേര്. നമ്മളെ ഈ കനാന്റെ ഗ്രൗണ്ടിൽ വെച്ച് ഫസ്റ്റ് മീറ്റിംഗാ. സജിവറേ സ്ഥലമില്ല. നമുക്കൊന്നീ മതിൽ പൊളിക്കേണ്ടി വരും. ചേട്ടൻ്റെ ആണോ? ചേട്ടൻ്റെയാ. പുള്ളിയോട് ചോദിച്ചിട്ട് പൊളിക്കാം. വെള്ളമുണ്ടെന്നില്ല. ഒരു ആമയും പറഞ്ഞുതരാം. ഒന്നെങ്കിൽ ഗ്രൗണ്ട് വേണം, അല്ലെ മതിൽ പൊളിക്കണം. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് നടക്കണം. അങ്ങ് പുറകെ വരെ ആളുണ്ട്. ആ പുറത്തെ ആളൊന്ന് കൈപൊക്കി കാണിച്ചേ. മതി പൊക്കിയവർക്ക് സ്തോത്രം. ഞാനങ്ങ് പൊക്കുവാ നിങ്ങൾക്ക് വേണ്ടി. അത് പോട്ടെ. അതാണ്ട് ബാക്കിയൂടെ. പിന്നെ ഇരുട്ടത്ത് വരുന്നവർക്ക് ഇത് ലാഭമായി. പുറകിൽ ലൈറ്റില്ല, അവരെ കാണുകയില്ല. നിക്കോദിമോസ് ഏത് യോഗത്തിനും ലേറ്റായി രാത്രി വരെ വരൂ. അതെന്നാ? ആരും കാണാതിരിക്കാൻ. വിഷമിക്കണ്ട, നിന്നെ യേശു കാണും. ആരും കാണാതെ വരുന്ന നിന്നെ ആ യേശു ആദ്യം കാണുന്നേ. അത് പുസ്തകത്തിന്റെ ഒരു പൊതു തത്വമാണ്. എന്നെ കാണല്ലേ എന്ന് പറഞ്ഞ് സാരി മുന്നോട്ടിരുന്ന തള്ളയുടെ ആദ്യത്തെ ദൂത്. രാമയും പറഞ്ഞ് ഇപ്പോഴാ ചെല്ല് പുറമോട്ട് സാരി ഇട്ടേക്കുന്നേ. അവർക്കായിട്ട് സ്തോത്രം. ബാക്കി അങ്ങനെ തമ്പുരാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്ന നോഹയോട് പറഞ്ഞൊരു പെട്ടകം ഉണ്ടാക്കാൻ. ഗോഫർ മരം കൊണ്ട് നോഹ വീടിൻ്റെ അടുത്ത് വെച്ചൊരു പെട്ടകം തട്ടിക്കൂട്ടി. എന്നിട്ട് നോഹയോട് പറഞ്ഞു, രാവിലെ പെട്ടകം ഉണ്ടാക്ക, വൈകിട്ട് നീ ആശാരിമാരുടെ കൂടെ ഇരുന്ന് വരച്ച് പെട്ടകം ഉണ്ടാക്കണം. എന്നിട്ട് രാവിലെ നാട്ടി പ്രസംഗിക്കണം. എന്താ പ്രസംഗം? ജലപ്രളയം വരുന്നു. എന്താ പ്രസംഗം? ജലപ്രളയം വരുന്നു. എല്ലാരും ഒന്ന് പറഞ്ഞേ, എന്നാ വരുന്നു? ജലപ്രളയം. ഒന്നൂടെ, എന്നാ വരുന്നു? ജലപ്രളയം കണ്ടിട്ടുണ്ടോ? ഇല്ല. അന്ന് വരെ അവർ മഴ കണ്ടിട്ടില്ല. മഞ്ഞ് പെയ്ത് മാത്രമാണ് ഭൂമി നനഞ്ഞുകൊണ്ടിരുന്നത്. അന്ന് വരെ അവർ മഴ കണ്ടിട്ടില്ല. മഴ കണ്ടിട്ടില്ലാത്ത ആൾക്കാരോട് പറഞ്ഞു ജലപ്രളയം വരുന്നു. അവരിങ്ങനെ പകച്ചു നിൽക്കുകയാ. ആളുകൾ പറഞ്ഞു ഇവൻ ഉച്ചക്കുളി കുളിച്ചിട്ടില്ല. അത് മാത്രല്ല, എന്തോ വട്ടായിപ്പോയി, എന്തോ ഒരു വല്ലാത്ത പ്രശ്നമുണ്ട്. നോഹ പ്രസംഗം നിർത്തിയില്ല. കളിയാക്കിയാൽ ഞങ്ങൾ പ്രസംഗം നിർത്തത്തില്ല. കാര്യം പ്രസംഗം ഭൂമിന്നല്ല, പ്രസംഗം സ്വർഗത്തിന്ന്. സ്വർഗത്തിന്ന് ദൂത് കിട്ടിയവൻ ദൂത് നിർത്തത്തില്ല. ഭൂമിന്ന് ദൂത് കിട്ടിയവൻ ആരാലും പറഞ്ഞ ദൂത് അവസാനിപ്പിക്കും. ഇന്ന് രാത്രി ഒരു ദൂത് പറയാ. സ്വർഗത്തിൽ നിന്ന് അഭിഷേകം കിട്ടിയ ചില ആളുകൾ ഈ യോഗത്തിലുണ്ട്. അവരെ കണ്ടാൽ അറിയാ അവിടെ ആരാധന. ദൈവദാസനെ ഒരു ഇച്ചിരി ഫീഡ്ബാക്ക് കൂടെ തരണം. നിങ്ങളുടെ സൂപ്പർ സൗണ്ട് ആട്ടോ, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. പക്ഷെ ഇച്ചിരി സൗണ്ട് കൂടെ. ദാണ്ട ഒന്ന് കൈവക്കി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരു കാര്യം കേട്ടെ, അങ്ങനെ നോഹ
വീടിന്റെ അങ്കണത്തിൽ വെച്ച് ഗോപർ മരം കൊണ്ട് പെട്ടകമുണ്ടാക്കി. പെട്ടകം ഇങ്ങനെ തകൃതിയായി പണി നടക്കുകയാ. സ്കൂളിൽ പോകുന്ന നോഹയുടെ 3 പിള്ളേര്, ശേം, ഹാം, യാഫേത്ത്, അങ്ങനെ 3 പിള്ളേര് സ്കൂളിൽ പൊക്കോണ്ടിരുന്നപ്പോ നാട്ടുകാര് പറഞ്ഞു, നിന്റെ അപ്പന് വട്ടാടാ, എന്നാ പ്രസംഗമാടാ ഇത്? പെട്ടകം മഴ പെയ്യുമെന്നോ, പെട്ടകം എടുക്കപ്പെടുമെന്നോ, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല മോനെ. പക്ഷെ നോഹ തിരിച്ചു പറഞ്ഞു, ഇത് പറഞ്ഞത് ദൈവമാണെങ്കിൽ. ചേച്ചി പോവാണോ? ഒരു കാര്യം പറയാനുണ്ട്. 2 മിനിറ്റ് നിൽക്കാവോ? നിന്ന കാര്യം ഞാൻ പറയും. അവിടെ ഇരുന്നോ. പിന്നെപ്പാ അവിടെ ഇരുന്നോ. 2 പൊട്ടുകാരി അവിടെ ഇരുന്നോ. ഇരിക്കും. കൈ പൊക്കിയോ രാമയും പറ. ദാണ്ട് എന്നെ കേട്ടെ, ഒരു ദൂത് കേട്ടോ. നിന്റെ പെട്ടകം ദൈവം പറഞ്ഞിട്ടാണ് പണി തുടങ്ങിയെങ്കിൽ ആ പെട്ടകം താണുപോകത്തില്ല. പെട്ടകം താണുപോകത്തില്ല. യേശു പറഞ്ഞിട്ട് പണി ആരംഭിച്ച നീ തകർന്നു പോകത്തില്ല. യേശു പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ച നീ അഭിഷക്തം നശിച്ചു പോകത്തില്ല. യേശു പറഞ്ഞിട്ട് കൈയടിക്കാൻ ഇറങ്ങി തിരിച്ച നീയോ നിന്റെ വീടോ നശിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ചില അഭിഷക്തന്മാരോട് ഈ രാത്രി ദൈവം ദൂത് പറയുക, നീ താഴാൻ പോകുകയല്ല, നീ ഉയരാൻ പോകുക, നീ നശിക്കാൻ പോകുകയല്ലേ. കൈയൊന്ന് ചേർത്തടിച്ച് അന്യഭാഷ പറഞ്ഞ് വിളിക്കാവുന്നൊരാദര തുറന്ന് ദൈവത്തിന്റെ സാന്നിധ്യം ചലിക്കട്ടെ. ഈ രാത്രി ചില പെട്ടകം ഉയരാൻ പോകുക, ചില കുടുംബങ്ങൾ ഉയരാൻ പോകുക, ചില വ്യക്തികൾ ഉയരാൻ പോകുക. നീ താഴുകയല്ല. നിങ്ങൾക്ക് ഒന്നും തോന്നല്ലേ, ഞാൻ ഈ വെളുപ്പിനെ കിടന്ന് 5 മണിക്കാ 2:30 വരെ ഞാൻ കുട്ടികളുടെ കൂടെ ഓഫീസിലെ കാര്യവുമായിട്ട് 3 മണി വരെ പിള്ളേരുണ്ടായിരുന്നു. ഞാൻ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചത്, ഉച്ചക്കത്തെ രാവിലെ എല്ലാം കഴിച്ചത് ഇവിടെ വന്നിട്ടാണ് കഴിച്ചത്. അപ്പോൾ ആ ഒരു ഓട്ടത്തിലാണ്, പരവേശത്തിലാണ്. അതുകൊണ്ട് ഈ ഇടയ്ക്ക് വെള്ളമൊക്കെ കുടിക്കുന്നേ. അല്ലെങ്കിൽ സാധാരണ പ്രസംഗം ഞാൻ തുടങ്ങിയാൽ പ്രസംഗം തീർന്നിട്ട് നിങ്ങൾ ഇരിപ്പൊക്കെ കണ്ടിട്ട് നിങ്ങൾ എന്നെ വെള്ളം കുടിപ്പിക്കുമെന്നുള്ള ലക്ഷണത്തിലുമാണ്. സാരമില്ല, നിങ്ങൾ സൂപ്പർ ദൈവമക്കളാ. ഞാൻ നിങ്ങളോട് പറയാം, ഇത്രയും തിരക്കിൻ്റെ ഇടയ്ക്കും കാഞ്ഞിരംകുളത്ത് വരുന്നത് എനിക്ക് ദേശത്തോട് ഭയങ്കര ആത്മഭാരമുണ്ട്. ഈ ദേശത്തൊരു വലിയ ഉണർവ് നടക്കും. ഈ ദേശത്ത് 10,000-കണക്കിന് ദൈവമക്കൾ ഒരുമിച്ചാണ് നടക്കും. ഞാനൊരു ദേശത്ത് വരുന്നത് ഒരു സ്വപ്നത്തോടു കൂടെയാണ്. ദൈവം എന്നെ വിട്ടാൽ മാത്രം. ഞാൻ ഇപ്രാവശ്യം ഓസ്ട്രേലിയയിൽ പോയപ്പോൾ അവരവിടെ എനിക്ക് സഭ തുടങ്ങാനുള്ള കാര്യങ്ങൾ ചെയ്തു തന്നു. ഞാൻ പറഞ്ഞു, വേണ്ട, ഒരു സഭ പൊട്ടിച്ച് സഭ തുടങ്ങില്ല. രാമീം പറ, അത് അഭിഷേകമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് അഭിഷേകമല്ല. നിങ്ങൾ രാമീം പറഞ്ഞില്ല. ഒരുത്തനെ പൊട്ടിച്ചല്ല വളരുന്നേ, ഒരുത്തനെ ചവിട്ടി അവൻ്റെ മുകളിൽ നിന്നുമല്ല വളരുന്നേ. എല്ലാരെയും ഉൾക്കൊള്ളുന്നതിൻ്റെ പേരാ അഭിഷേകം. എന്നെ 10 ദിവസത്തേക്ക് ഓസ്ട്രേലിയ, 7 ദിവസത്തേക്ക് ഓസ്ട്രേലിയ മീറ്റിങ്ങിന് വിളിച്ചേ. ഞാൻ 3 ദിവസം ഡേറ്റ് കൊടുത്തു. 3 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരും. അവർക്ക് ഒത്തിരി ലക്ഷങ്ങൾ ചിലവാ എന്നെ കൊണ്ടുപോയേന്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് 3 ദിവസത്തേക്കുള്ളിൽ മാറി നിൽക്കാൻ പറ്റില്ല. അപ്പം അവർ നേരത്തെ കണക്ക് കൂട്ടിയതാ. അവർ 7 ദിവസത്തെ മീറ്റിംഗ് അവിടെ എടുത്തു.
ഞാൻ 10 ദിവസം മൊത്തത്തിൽ അവിടെ നിന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു 10-200 പേരുള്ളൊരു സഭ അവിടെ പ്രസംഗം കഴിഞ്ഞപ്പോൾ അവിടുത്തെ സെക്രട്ടറി എന്നോട് പറഞ്ഞു, ഇവിടുത്തെ സഭ 2ആയിട്ട് ആടി നിൽക്കുക. പകുതി ഞങ്ങൾ ഗ്രൂപ്പ് എലോഹിമിൻ്റെ കൂടെ വരാനാ. ഞാൻ പറഞ്ഞു പോ പിശാചേ എന്ന് പറഞ്ഞു. രാമയും പറഞ്ഞേര്. പുള്ളി വാ മോനെ എന്നാ വിചാരിച്ചേ. ഞാൻ പറഞ്ഞത് പോ പിശാചേ എന്നാ. ഞാൻ പറഞ്ഞു പൊട്ടിക്കുന്നവൻ ദൈവത്തിൻ്റെതല്ല, തകർക്കുന്നവൻ ദൈവത്തിൻ്റെതല്ല, ഒരുത്തനെ ആക്ഷേപിക്കുന്നവൻ ദൈവത്തിൻ്റെതല്ല, ഒരുത്തനെ അപമാനിക്കുന്നവൻ യേശുവിൻ്റെ അല്ല. യേശുവിൻ്റെ പണി എന്നറിയോ? വീണ് കിടക്കുന്നവനെ ചേർത്ത് പിടിക്കുന്ന. ഇത് കേട്ടവരൊന്ന് കൈയടിച്ചു രാമീം പറയാ. എൻ്റെ യേശു അങ്ങനായിരുന്നു കേട്ടോ. വീണ് കിടക്കുന്നവനെ അപമാനിക്കുകയല്ല. പത്രോസ് കരഞ്ഞൊന്നുമില്ലാതെ മീൻപിടുത്തത്തിന് പോയപ്പോൾ യേശു പറഞ്ഞു, കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലതുകൊണ്ടോ? കരണിച്ചുട്ട അടയം കൊണ്ട് അടുത്ത് എന്ന് അവനെ ചേർത്ത് പിടിച്ച് എൻ്റെ ആടുകളെ മേയ്ക്കാൻ പറഞ്ഞ ഗുരുവിൻ്റെ അണികളാ നമ്മള്. കേൾക്കുന്നുണ്ടോ കാഞ്ഞിരംകുളമേ? കേൾക്കുന്നുണ്ടോ പെന്തിക്കോസേ? ഇന്ന് ഏത് പുസ്തകമാ വായിക്കുന്നതെന്ന് എനിക്കറിയില്ല. ക്രൂശിക്കപ്പെട്ട യേശുവിനെ തന്നെയാണോ പ്രസംഗിക്കുന്നതെന്ന് എനിക്കറിയില്ല. ശരിക്കും എനിക്ക് തോന്നുന്നേ കർത്താവിന്റെ വരവിന് വേണ്ടി ഇരിക്കുക. എന്നാ അതേ പള്ളിയിൽ അഷ്ടിക്ക് വഴിയില്ലാത്തവരുണ്ട്. അതേ പള്ളിയിൽ പെങ്കൊച്ചിനെ കെട്ടിക്കാൻ നിവർത്തിയില്ലാത്തവരുണ്ട്. അതേ പള്ളിയിൽ ആഹാരം കഴിക്കാൻ നിവർത്തിയില്ലാത്തവരുണ്ട്. അവർക്ക് കൊടുക്കാത്ത നീ പ്രസംഗിക്കുന്ന പ്രസംഗം സുവിശേഷം അല്ല. കേട്ടവരൊന്ന് കൈയടിച്ച്, ആത്മഭാരം ഉണ്ടാലൊന്ന് കൈയടിച്ച് ഒന്ന് സ്തോത്രം ചെയ്താരാ. എന്നാ പ്രശ്നം എന്നറിയാ? നമുക്ക് വാചകമടിയേ ഉള്ളൂ. ഒരുത്തന് പ്രശ്നം ഉണ്ടായാൽ അവനെ താങ്ങില്ല. ഇല്ല. ഒരുത്തന് ബുദ്ധിമുട്ടുണ്ടായാൽ അവൻ 1 കിലോ അരി വാങ്ങിച്ചു കൊടുക്കില്ല. ഈ കോവിഡ് കാലത്ത് ഞാന് ഈ കത്രദാസന്മാരൊക്കെ എൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ ഈ നാട് മൊത്തവും എല്ലാ 8 പോസ്റ്റിലും 25 8 പോസ്റ്റിൽ അവിടുത്തെ മുഴുവൻ ഉദ്യോഗസ്ഥർക്കും ആഹാരം കൊടുത്തത് എലോഹിം ചർച്ച. അതിന് കളക്ടർ എനിക്ക് അവാർഡൊക്കെ തന്നു കേട്ടോ. അവാർഡൊന്നും എനിക്ക് കാര്യമല്ല. ഒരാമീൻ പറ. അവാർഡിനും റിവാർഡിനും ഒന്നുമല്ല ഇത് ചെയ്യുന്നത്, ആത്മഭാരം കൊണ്ടാ ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം യേശു എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത് താമസിക്കുന്ന ഒരു നായർ വീട്, നായർ തറവാട്ടിൽപ്പെട്ട ഒരു സഹോദരനും സഹോദരിയും 2 പിള്ളേരും അവിടെ താമസിക്കുന്നുണ്ട്. എനിക്ക് ആ വീട് വ്യക്തിപരമായി പരിചയമുണ്ട്. ഒരു ദിവസം സന്ധ്യയ്ക്ക് ഞാൻ ദൈവദാസന്മാരെയും കൂട്ടി ആ വീട്ടിൽ പോയി കോളിംഗ് ബെല്ലടിച്ചു. എന്നെ കണ്ടപാടെ ഗൃഹനാഥൻ ഇറങ്ങി വന്ന്, പാസ്റ്ററെ കോവിഡ് കാലത്ത് ഇറങ്ങി നടക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് വിശേഷം ചോദിച്ചു. ഞാൻ അരിയും എല്ലാ സാധനവും എടുത്ത് സിറ്റ് ഔട്ട് വെച്ചു. ഫോർമാലിറ്റിക്ക് അദ്ദേഹം ചോദിച്ചു, എന്തിനാ പാസ്റ്ററെ എന്ന് ചോദിച്ചു. എന്നിട്ട് എന്നെ അകത്തോട്ട് വിളിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് ജോലി പോയിട്ട് 1.5 വർഷമായി. എൻ്റെ പിള്ളേർ കഴിച്ചിട്ട് 8 ദിവസമായി. ഞാൻ ഈശ്വരന്മാരോട് പ്രാർത്ഥിക്കുമായിരുന്നു, ഒരു നല്ല ശമരിയക്കാരൻ എൻ്റെ വീട്ടിലോട്ട് വരണോ. സ്നേഹിതരെ, അവരിപ്പോ പെന്തിക്കോസ് ഒന്നും ആയില്ല. ഇന്ന് ഇടയ്ക്കിടയ്ക്ക് പള്ളി വരും. കഴിഞ്ഞ ദിവസം അവർക്ക് കാറ് വാങ്ങിച്ചു. സാധാരണ എന്തു വാങ്ങിച്ചാലും അവർ പൂജിക്കാനാണ് കൊണ്ടുപോകുന്നത്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ദൈവാസനെ മീറ്റിംഗ് എനിക്കറിയാൻ ലേറ്റായിട്ടാണ് വരുന്നത്, അത് രാത്രി 2 മണിയായാലും സാരമില്ല, പാസ്റ്റർ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് വണ്ടി അകത്ത് കയറ്റാനാ, വരൂല്ലേ? ഞാൻ പറഞ്ഞു വരും, ലേറ്റ് ആവും, രാത്രി 2 മണിയൊക്കെ ആവും, സാരമില്ല. ആ മനുഷ്യനോട് പറഞ്ഞെന്നറിയോ, അന്ന് അരി കൊണ്ട് തന്നിട്ട് എൻ്റെ പിള്ളേർ പറഞ്ഞു
അവർ ഈ ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിക്കുന്നത്. ദൂതന്മാർ വരുമെന്ന് കേട്ടിട്ടുണ്ട്. പ്രിയരെ, നിനക്കൊരു ദൂതനാകാം. ആ കൈയൊന്ന് ഉയർത്തി ഒരു ആമീൻ പറയാം. ഞാനൊരു പ്രസംഗത്തിന്റെ വാചകസ് നടത്തുകയല്ല. ഞാൻ 24 വർഷമായി പ്രസംഗിക്കാൻ ഇറങ്ങിയിട്ട്. 24 വർഷമായി. പോകാത്ത രാജ്യങ്ങളൊന്നുമില്ല. എല്ലാ രാജ്യത്തും, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ഞാൻ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. അത് 100 പേരുള്ള സ്ഥലത്തും ഒരാളുള്ള സ്ഥലത്തും 1,00,000 പേരുള്ള സ്ഥലത്തും കൃപയാൽ പ്രസംഗിക്കാൻ ദൈവം ഭാഗ്യം തന്നിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ മഹാകരുണ, അത് യേശുവിൻ്റെ സ്നേഹം. എനിക്ക് ഈ പുസ്തകം ചുമക്കുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, 2 കിട്ടിയാൽ 1 ഇല്ലാത്തവന് കൊടുത്തോണം. രാമൻ പറഞ്ഞില്ല. ഇപ്പോഴും 2 ഫോൺ എൻ്റെ വന്നാൽ 1 ഞാൻ ആർക്കെങ്കിലും കൊടുക്കും. രാമൻ പറ. എനിക്ക് ആദ്യമായിട്ട് ഒരു കാറ് കിട്ടി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ മസ്കറ്റിൽ പ്രസംഗിക്കാൻ പോയി. അവിടെ വെച്ച് എനിക്കൊരു മനുഷ്യൻ ഒരു കാർ എടുത്ത് തന്നു. 25 ലക്ഷം രൂപയുടെ കാറ്. രാമൻ പറ. നാട്ടിൽ വന്ന ഞാൻ ഒരു മനുഷ്യനെ വിളിച്ചു. നാട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ്, പാസ്റ്റർക്ക് അറിയാതെ, നാട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ്, ഞാനിവിടുന്ന് മസ്കറ്റിൽ പോകുന്നതിന് മുമ്പ് യേശു എന്നോട് പറഞ്ഞു, നിന്റെ കാറ് ഇന്നാക്ക് കൊടുക്കണം, ഇന്ന കത്രദാസിന് കൊടുക്കണം. അപ്പം ഞാൻ അദ്ദേഹത്തെ രാവിലെ വിളിച്ചു. ദേവാസന എവിടാണെന്ന് ചോദിച്ചു. അത് ഞാൻ വീട്ടിലാ. ഞാൻ പറഞ്ഞു, വീട്ടിൽ വരെ തരണം, എൻ്റെ കാറ് തരാൻ പോവാ. പുള്ളി മയങ്ങി വീണെന്നാ ഭാര്യ പറയുന്നേ. രാമയും പറ. പാസ്റ്റർമാരങ്ങനെ പൊതുവേ ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചാൽ മതി. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്, ചൂസിങ് ദ കറക്റ്റ് വേർഡ് നിങ്ങൾ പൂരിപ്പിച്ചാൽ മതി. ഓക്കെ, അങ്ങനെ കൊടുക്കാറില്ല കേട്ടെ. ആ മനുഷ്യൻ 10 ലക്ഷം രൂപ വില വരുന്ന വണ്ടി ഞാൻ ഫ്രീ ആയിട്ട് താക്കോലെടുത്ത് കൊടുത്തു. ഞാൻ പറഞ്ഞു, പേര് മാറിക്കണം, നിങ്ങളുടെ പേരിലാക്കിക്കോണം. അങ്ങനെ ഈ നാട്ടിൽ നീ പറയാത്ത ആരോടും എല്ലാവരും പറഞ്ഞു, ബിരിപ്പാസ് എനിക്ക് തന്ന വണ്ടിയാ ഈ വണ്ടി. അപ്പം എനിക്ക് വണ്ടിയില്ല. രാമൻ പറ. അപ്പം നാട്ടുകാരൊക്കെ പറഞ്ഞ് എനിക്ക് വട്ടായെന്ന്. ശരിക്കും വട്ടായതല്ല, ദൈവം പറഞ്ഞതനുസരിച്ചാ. ബാക്കി കേട്ടെ. മസ്കറ്റിൽ ചെന്നപ്പോൾ ഒരു മനുഷ്യൻ എൻ്റെ പ്രസംഗം കഴിഞ്ഞ് എൻ്റെ കയ്യിലൊരു പേപ്പർ കൊണ്ട് തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നാട്ടിൽ ഇന്നോവ ക്രിസ്റ്റ ബുക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ പേരിൽ. ഞാനേ 10 ലക്ഷത്തിന്റെ കൊടുത്തപ്പം 25 ലക്ഷത്തിന്റെ ദൈവം എനിക്ക് ഒരുക്കി വെച്ചു. നിനക്ക് കിട്ടാത്തത് നീ കൊടുക്കാത്തോണ്ടാ. നീ ദൈവത്തിന് വല്ലതും കൊടുത്താൽ നിന്നെ ഓടിച്ചിട്ട് ദൈവം അനുഗ്രഹിക്കും. ഒരു കാര്യം സജി പറയാ, ഒരു കാര്യം കൂടെ പറയാം. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കൺവെൻഷൻ നടന്നു. ഞാൻ പ്രസംഗിച്ച അന്നാണ് കൺവെൻഷൻ ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയേ. അന്നു അതായത് ഇവിടെ അത്ര എൻ്റെ ഉദാഹരണം പറയാം. ഒരു ദിവസം 100 കിട്ടിയെങ്കിൽ ഞാൻ വന്ന അന്ന് 50,000 കിട്ടിയെന്നങ്ങ് വിചാരിച്ചോ. രാമൻ പറ. അതിൽ പകുതി ഇട്ടത് ഞാനാ. രാമൻ പറ. പകുതി എന്ന് പറഞ്ഞ ഒരു 5,000 രൂപ ഞാൻ ഇട്ട്. പകുതിയല്ല, ഒരു 5,000 രൂപ ഞാൻ എൻ്റെ കയ്യിൽ ഒരു 5,000 ഉണ്ടായിരുന്നു. അപ്പൊ സ്തോത്ര കാഴ്ച വന്നപ്പോൾ യേശു എന്നോട് പറഞ്ഞു 5,000 ഇടാൻ. ഞാൻ പറഞ്ഞു, ഡീസൽ അടിക്കാൻ പറ്റേക്കുന്ന കാഴ്ച കളിക്കരുത്. സ്തോത്രം. അത് ഈ പ്രസംഗത്തിന്റെ ഇടയ്ക്കാ. ഞാൻ പറഞ്ഞു, വേറെ കാശില്ല, ഡീസൽ അടിക്കാൻ പറ്റേക്കുന്ന കാശ ഇടാന്ന് പറഞ്ഞെടുത്ത് ഞാൻ എടുത്തിട്ടു. ബാംഗ്ലൂരിൽ നിന്നൊരു പുള്ളി എന്നെ കാണാൻ അന്ന് ഇവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ അവിടുത്തെ കൺവെൻഷൻ ഉണ്ടായിരുന്നു. ആ പുള്ളി എനിക്ക് ഒരു കവർ തന്നു. ഇവിടെ ഒന്ന് തുറന്നു നോക്കിയപ്പം 50,000 രൂപ. എനിക്ക് 50,000 കിട്ടിയെന്ന് പറഞ്ഞപ്പോ ചിലരുടെ മോഹമൊക്കെ കണ്ടില്ലേ? അവർക്കൊരു സന്തോഷമില്ല. വാസ് കിട്ടിയ എടാ 5,000 ഞാൻ കൊടുത്തത് കേട്ടോ. നീ കൊടുക്കാത്തോണ്ടാ നിനക്കൊന്നും കിട്ടാത്ത. നട്ടപ്പോഴും ഒരു കൊട്ട, കിളച്ചപ്പോഴും ഒരു കൊട്ട. നീ പണ്ടും ഇതാണ്, ഇപ്പോഴും ഇതാ. അതെന്നാ, നീ ഒന്നും കൊടുക്കുകയില്ല. കിണ്ടി വിശ്വാസിയാണ്. ആമയും പറഞ്ഞില്ല. കിണ്ടി കണ്ടിട്ടുണ്ടോ? കിണ്ടിയില്ലേ ഇവിടെ? ആണോ? അതിനെ കിണ്ടി എന്നാണോ പറയുന്നത്? ആണോ? നിന്റെ പേരെന്തുവാ? കൈപൊക്കെ രാമയും പറഞ്ഞേരെ. താണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം ചേച്ചി. 5 മിനിറ്റ് വിടുക, ഓടി വരുവാ. താണ്ട കിണ്ടി വിശ്വാസിയുടെ പ്രത്യേകത, അവരൊന്നും ആർക്കും കൊടുക്കുകയില്ല. ഞാനൊരു കാര്യം പറയാം. നിനക്കുള്ളത് ദൈവത്തിന് കൊടുത്താൽ ദൈവം നിന്നെ വർദ്ധിപ്പിക്കുമെന്ന അതിന്റെ അടയാളങ്ങളാ ഞങ്ങളൊക്കെ. കഴിഞ്ഞ ആഴ്ച സുരേഷ് പാസ്റ്ററിനൊരു
സുരേഷ് പാസ് ഒരു മണ്ടൻ കാറും കൊണ്ടാണ് നടക്കുന്നത്. മണ്ടൻ കാർ എന്ന് പറഞ്ഞാൽ 20 വർഷമായി. പുള്ളിയെ ഞാൻ എവിടെ യോഗത്തിന് വിട്ടാലും ആ വണ്ടി തീ കത്തും. പ്രത്യേകിച്ചൊന്നും കത്തണ്ട, ആ വണ്ടി കത്തും. കാർബേറ്ററി വെള്ളമില്ല, മൊത്തം പ്രശ്നമാണ്. ഞാൻ എപ്പോഴും കാണുമ്പോൾ പറയും, നിങ്ങളൊരു പുതിയ കാർ വാങ്ങിക്കുക, പുതിയ കാർ വാങ്ങിക്കുക. ഞാൻ എൻ്റെ പാസ്റ്റർമാരെല്ലാം ഉത്സാഹിപ്പിക്കും കാർ വാങ്ങിക്കാൻ. സ്വത്രം പറ, മിണ്ടുന്നില്ല. മറ്റേ കാർ വാങ്ങിച്ചാൽ പിന്നെ സെൻട്രൽ പാസ് കുത്തി പ്രസംഗിക്കും. സ്വത്രം പറഞ്ഞില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു നല്ല വീട് വെച്ച് കയറിയാൽ അവർ പറയും, ഇത്രയും വലിയ വീട് നിന്റെ കർത്താവ് വരാറായി. കർത്താവ് നിനക്കോ? പുള്ളിക്ക് 4500 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഈ പുള്ളി 1500 വെച്ചപ്പോഴത്തേക്ക് പിടിക്കുന്നില്ല. എടാ അസൂയായത്. ഒരാമീൻ പറ. എടാ അവന് കൊടുത്ത യേശുവാ നിന്റെ ദൈവം. അവന്റെ പിള്ളേരെ മാനിച്ച അതേ യേശുവാ നിന്റെ കർത്താവ്. ഞാനിപ്പോ മാത്യു പാസോട് പറഞ്ഞുകൊണ്ടിരിക്കുക കാർ വാങ്ങിക്കാൻ. സ്വത്രം പറ. കഴിഞ്ഞ ആഴ്ച സുരേഷ് പാസിന് പുതിയ കാറ് കിട്ടി. കാറും കൊണ്ട് എൻ്റെ വീട്ടിലോട്ട് വന്നു. പറന്ന് പുള്ളി 100 പോകുന്നേ. പറന്ന് വീട്ടിൽ വന്നു. ആ അച്ഛന് കാറില്ലയോ? ആ മതി. കൈമൊക്കെ ഒരു സ്വത്രം പറഞ്ഞേര്. അത് മതി. ആ അതാണ്ട കാർ കൊണ്ടുവന്നു. എന്നോട് പറഞ്ഞു, പാസ്റ്ററേ കാറ് കിട്ടി. ഞാൻ ചോദിച്ചു, ഇത് കത്തുവോ? ഇത് കത്തത്തില്ല, പുതിയ വണ്ടിയാ, കത്തത്തില്ല. ആ പുള്ളിയുടെ വീടിലും ആ മാതിരിയാ. പിന്നെ വണ്ടിയെ സ്പീഡിൽ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ആമ്പിള്ളാരുടെ ശ്രദ്ധയ്ക്ക്, ദൂതൻ 60 കിലോമീറ്റർ സ്പീഡിലേ വരൂ. നീ 80 പോന്നേ. ഇടിയും കഴിഞ്ഞ് നിന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞിട്ട് ദൂതം വരൂ. മിണ്ടുന്നില്ല. നമ്മൾ ആ മെഡിക്കൽ കോളേജ് കിടന്ന് ചോദിക്കുക, ദൂതൻ എവിടെ? ദൂതൻ വരുന്നേ ഉള്ളൂ. ഇട്ടി കഴിഞ്ഞിട്ട് ദൂതൻ 60 കൂടുതൽ പോകത്തില്ല. ഞങ്ങളുടെ വണ്ടി വരുന്ന പോലെ. ഞങ്ങളുടെ വണ്ടി കണ്ടിട്ടുണ്ടോ? 80 ലോക്കാ. ഇനി അച്ഛൻ എഴുന്നേറ്റ് നീ ഔട്ടിയാലും 80 നാനങ്ങില്ല. ലോക്കിട്ടേക്കുക. എന്നോട് ചോദിച്ചു, പാസ്റ്റർ ഇതന്നെ 80 പോകാത്ത, ഇത് 80 പോവും. ലോക്കിട്ടേക്കുക. ഞങ്ങളല്ലോ ഈ എന്തോ പൂട്ടാന്ന് പറയുന്നേ, ആ വേഗപ്പൂട്ടിട്ടേക്കുവാണ്. ആ വലിയ വണ്ടി ആയോണ്ടാട്ടോ, ഞാനിട്ടതല്ല, ഗവൺമെന്റ് ഇട്ട് വിട്ടതാ. ഒരാമയും പറ. വലിയ വണ്ടി ആയോണ്ടാ. ഇനി ഞങ്ങൾ ലോറി എടുക്കാൻ പോവാ. ഒരാമയും പറഞ്ഞ് സ്റ്റേജ് വെച്ച ലോറി. ആ ഞാൻ എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ടിപ്പർ എടുക്കണമെന്നാ. ഇതാകുമ്പോൾ ഇറക്കാൻ പ്രയാസമില്ലല്ലോ, കൊണ്ട് തട്ടിയാൽ മതി. അല്ലാത്ത മിണ്ടുന്നില്ല. ഇത് കയറാനൊക്കെ എന്നാ പ്രയാസമാണെന്നറിയോ? ഇതാകുമ്പോൾ കൊണ്ടുവരിക, ഇവിടോട്ടൊരു തട്ട് കെട്ടുക. ടിപ്പറുണ്ട് നമുക്കില്ലയോ? ഉണ്ട്. ആ ഒരു സ്വത്രം പറഞ്ഞു തരും. ബാക്കി എൻ്റെ പൊന്നച്ച കർത്താവ് വരാറായി. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഉള്ളതൊക്കെ ചിലവായിക്കോണം. ആ മനുഷ്യനെ നിങ്ങൾ കണ്ടോ? അച്ഛൻ അന്ന് എഴുന്നിട്ടേക്ക്, ഇനി വാ, ഓടിവാ. പുള്ളി അന്നേരം വിളിക്കണ്ടേ, ഇപ്പോഴേ ഞാൻ കണ്ടേ. ഓടിവാ. കോടതി ജീവപര്യന്തം ശിക്ഷിക്കേണ്ട പ്രതിയായിരുന്നു. കേസെല്ലാം കഴിഞ്ഞ് വിചാരണ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആരാണ്ട് പറഞ്ഞു, ഒരു ആരാധനയുണ്ട് 12 ഒന്ന് ചെന്ന് നോക്കാൻ. ആദ്യമായിട്ട് വന്ന് ഇദ്ദേഹത്തെ എഴുന്നേപ്പിച്ച് ഞാൻ പ്രവചനം പറഞ്ഞു, കോടതി നിന്നെ വെറുതെ വിടും. കൊലക്കുറ്റം നിന്റെ തലയിൽ വരത്തില്ല. ഇല്ല. കൃപയാൽ കോടതി വിധി പറഞ്ഞ അന്ന് ബഹുമാനപ്പെട്ട ജഡ്ജി കൊലക്കുറ്റം ഇദ്ദേഹത്തിന്റെ തലേന്ന് മാറ്റിക്കൊടുത്തു. കയ്യൊന്നടിച്ച് യേശുവെ എന്ന് വിളിക്കാവോ? ഇന്നൊരു ബിസിനസ് സംരംഭകനാ. അദ്ദേഹത്തിനൊരു ബിസിനസ് ഉണ്ട് അവിടെ. ആ നാട്ടിൽ യേശു വിടുവിക്കുന്ന ദൈവമാണെന്ന്. സ്നേഹിത, ഒരു കാര്യം കൂടെ ഞാൻ പറയാ. ഇതുപോലത്തെ 1000കണക്കിന് മനുഷ്യരാ എൻ്റെ കൂടെ ഉള്ളേ. ഇതുപോലെ വിടുതൽ പ്രാപിച്ച മനുഷ്യരാ, ഇതുപോലെ യേശുവിനെ അറിയുന്ന മനുഷ്യരാ, കയ്യിൽ കൊലക്കത്തിയും കൊണ്ട് നടന്ന 1000കണക്കിന് ചെറുപ്പക്കാർ എൻ്റെ കൂടെ ഇന്ന് സുവിശേഷത്തിന്റെ അഗ്നിയുമായി നടക്കുക. യേശുവിന്റെ രാജ്യത്തിന്റെ ശക്തിയുമായി, യേശുവിന്റെ വചനത്തിന്റെ ശക്തിയുമായി നടക്കുക. പോയിരുന്നു അന്ന് കൈ ഉയർത്തി ഒരു ആമയും പറഞ്ഞത്. കണ്ട ഒറ്റ വാക്കൂടെ പറഞ്ഞ സമയം ഒരുപാട് പോയില്ലേ? 9:15 അയ്യോ, ഇന്ന് ഞാൻ 9 മണിക്ക് യോഗം നിർത്തി പോകാനിരുന്ന. നിങ്ങൾ ബോറടിച്ചോ? ഇല്ല. ചേച്ചിയുടെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് പ്രസംഗിക്കാൻ തോന്നുന്നു. സത്യമായിട്ടും ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ ആദ്യം നോക്കിയ ചേച്ചിയാ. ചേച്ചി ആദ്യമായിട്ട് വന്ന അല്ലയോ? ആ നേരത്തെ വന്നിട്ടുണ്ട്, ബെറാക്കെ വന്നിട്ടുണ്ട്. ആ ഒരു സ്വത്രം പറഞ്ഞേ. ആ ഞാനിവിടെ ബെറാക്കെ കൺവെൻഷൻ വന്നിട്ടുണ്ട്. അന്ന് ചേച്ചി അവിടെ വന്നെന്നാ പറഞ്ഞേ. നിങ്ങൾ കൈയൊന്ന് നോക്കിയാല്. ദാണ്ട ഒരു വാക്കുകൂടെ നിങ്ങളോട് ഞാൻ പറയുക.
നീ ദൈവത്തെ അനുസരിച്ചാൽ നിന്നെ നിന്റെ കുടുംബത്തെ ദൈവം ആദരിക്കും. നിന്നെ മറന്നു കളയാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. നിന്റെ കുടുംബത്തെ മറന്നു കളയാൻ എന്റെ ദൈവം അനീതിയുള്ള ദൈവമല്ല. നോഹ നാട് മുഴുവൻ പ്രസംഗിച്ചെന്ന് യൂദ ലേഖനം എടുത്തെഴുതുമ്പോൾ ഒരു ചൂട സൗണ്ട്. യൂദ ലേഖനം എടുത്തെഴുതുമ്പോൾ യൂദ പറഞ്ഞു, നീതിപ്രസംഗിയായ നോഹ. ഇനി ബാക്കി കേൾക്കണ്ടേ? വീടിന്റെ അങ്കണത്തിൽ തടി കൊണ്ട് പെട്ടകം ഉണ്ടാക്കുക. പെട്ടകത്തിന്റെ പണി അതിവേഗം നടക്കുക. ഒരു ദിവസം ദൈവം നോഹയോട് പറഞ്ഞു, ഒരു ദൂത് ഇടയ്ക്ക് കയറി കേട്ടോണം. നിനക്ക് അരുളപ്പാട് കിട്ടിയാൽ ഒരിക്കൽ മാത്രമല്ല, ഇടക്കിടക്ക് അരുളപ്പാട് വന്നോണ്ടിരിക്കും. ഒരിക്കൽ തൊട്ട ദൈവം ഇടക്കിടക്ക് നിന്നെ തൊട്ടോണ്ടിരിക്കും. ഇടയ്ക്ക് നിന്നെ തൊട്ട ദൈവം ഇന്ന് രാത്രി നിന്നെ തൊടാൻ പോവാ. ഈ രാത്രി നിന്റെ കുടുംബത്തെ തൊടാൻ പോവാ. നിന്റെ തലമുറയെ തൊടാൻ പോവാ. ഈ രാത്രി പകയ്ക്കുന്നവർ കണ്ട ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായ ഒരു അടയാളം ചെയ്യുക. ഈ രാത്രി യേശു എന്നോട് പറയുക, അഭിഷക്തനെ, ദൈവത്തിന്റെ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ച നിന്നോട് യേശുവിന് പറയാനുണ്ട്. പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് പകച്ചവർ പകയ്ക്കട്ടെ, അപമാനിക്കുന്നവർ അപമാനിക്കട്ടെ, നിന്ദിക്കുന്നവർ നിന്ദിക്കട്ടെ. പെട്ടകത്തിന്റെ പണി നടക്കട്ടെ. എടാ, ഞാനേ നിന്നെ കണ്ടപ്പോ യേശു എന്നോട് പറഞ്ഞു, നീ സുവിശേഷകനാകാനുള്ള വിളിയാ നിന്റേതാ. നീ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കും. നിന്റെ അപ്പൻ കൺകുളിർക്കെ അത് കാണും. ഇതിനെ നേർന്നാണോ സുവിശേഷ വേലയ്ക്ക്? അതെ അതെ, നേർന്ന എന്നാ ചെറുതിൽ അതല്ലേ? എന്നോട് ദൈവം പറഞ്ഞു, ഇവൻ അറിയപ്പെടുന്നൊരു സുവിശേഷകനാകും. ആശാരിയുടെ വീട്ടിൽ നിന്ന് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു ശക്തനായ മകനാക്കി ദൈവം നിന്നെ അഭിഷേകം ചെയ്യാൻ പോവാടാ. ദൈവത്തിന് വേണ്ടി ശക്തിയോടെ നിന്നോണം. ഈ പുസ്തകം താഴെ വെപ്പിക്കാൻ അന്യാരാധന ശക്തികൾ നിനക്കെതിരെ വാണരുളുന്ന സ്ഥലത്ത് ദൈവം നിന്നെ ശക്തിയോടെ ഇന്ന് രാത്രി ഉപയോഗിക്കാൻ പോവാ. ഒന്ന് കൈയടിച്ച് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകള് ആ കൈ ഒന്നടിച്ച് യേശുവേ എന്നൊന്ന് വിളിച്ച് ആ ദൈവത്തിനൊരു സ്തോത്രം ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാ കരങ്ങളും അടിച്ച് അല്പനിമിഷം ഒന്ന് സ്തോത്രം ചെയ്തേ. കരമടിക്കാൻ പറ്റുന്ന എല്ലാ ദൈവമക്കളും ഒന്ന് കൈയടിച്ച് ആദരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിച്ചു തുടങ്ങിയേ. ആർമാനിയാന്തന ഘടക അടപ്രബലിയാന്തർപ്രഭാന അംശൽ കമന ഘടക സിയാന്തര. ശാരീരികമായി ഒരു സൗഖ്യം നിന്റെ മേൽ വരും. അത് ദൈവരാജ്യത്തിന്. നീ ബൈബിൾ കോളേജിൽ പഠിക്കുക. എത്ര നാളായി? ഇനി എന്നാ ചെയ്യാൻ പോവാ? എവിടെയാ? നഗരൂര്. അതെവിടാ? കിളിമാനൂര്. എങ്ങനെയുണ്ടടാ? പേടിയുണ്ടോ? നമ്മൾ ആശാരിയാന്നോ? ഭാര്യന്തേ? ഇന്ന് രാത്രിയിലെ താമസിക്കുന്ന വീടില്ലേ, അവിടോട്ട് യേശു ഇറങ്ങാൻ പോവാ. ആ വീട്ടിലൊരു ശക്തി വ്യാപരിക്കാൻ പോവാ. എത്ര ശ്രമിച്ചിട്ടും ഉയരാത്തൊരു ഇടപാടില്ലേ, ഇന്ന് രാത്രി അത് പൊട്ടിപ്പോകാൻ തുടങ്ങുക. നിന്റെ കുടുംബത്തിന്റെ ചരിത്രം ഇന്ന് രാത്രി എന്റെ ദൈവം എഴുതി മാറ്റാൻ പോവാ. ഒന്ന് കൈയടിച്ച് ആദരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ യേശുവേ എന്ന് വിളിച്ചേ. ഒന്ന് കൈയടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ള ആളിനോട് ഇന്ന് രാത്രി യേശു പറയുക, ഇവൻ അറിയപ്പെടുന്ന സുവിശേഷകനാകും, യേശുവിന്റെ സാക്ഷിയാകും, യേശുവിന്റെ. ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആർക്കാ? അവരെവിടാ? നമ്മുടെ വീട്ടിലുണ്ട്. ഇന്ന് രാത്രി ഒരു സൗഖ്യം നടക്കും.
എന്നോട് ദൈവം പറയുക, പരിശുദ്ധാത്മാവ് എന്നോട് ഇവനെ ചത്തുമോണ്ടിയായിരുന്നു, ദൈവന് ആയുസ് കൊടുത്ത. എന്തിനാ കൊടുത്തേക്കെന്നറിയാം? സുവിശേഷകരാകാൻ. മോനെ, നീ ഇപ്പൊ പ്രവർത്തിക്കുന്ന സ്ഥലമുണ്ടല്ലോ, എന്നോട് ആ പേരൊന്നൂടെ പറഞ്ഞേ, നഗരൂര്. ആ ദേശത്ത് ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു ദൈവപ്രവൃത്തി നടക്കും. ഒരു കോട്ട നീ ഇടിക്കും, അതിനുള്ള അഭിഷേകം നിന്റെ മേൽ വരും. 3 എതിർപ്പുകൾ ആ ദേശത്തുനിന്ന് നിനക്കെതിരെ എഴുന്നേറ്റ് വരും. നീ ഇപ്പൊ എന്തിന്റെ കൂടെ നിൽക്കുന്നോ അവിടുന്ന് വെട്ടി നിന്നെ അഭിഷേകത്തോട് ചേർത്ത് എന്റെ ദൈവം ഒട്ടിക്കാൻ പോവുക. എന്നിട്ട് നീ ശക്തനായ ഒരു ശുശ്രൂഷകനായി മാറുമെന്ന് യേശു എന്നോട് ദൂത് പറയുക. ഞാനേ നിന്നെ കണ്ടോണ്ടിരുന്നപ്പം യേശു എന്നോട് പറഞ്ഞു, നീ ഒരു സുവിശേഷകന്റെ മോനാ, അല്ലയോ? ആന്നു. നിന്റെ അപ്പൻ ഇന്നേക്ക് ചില വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ വീട് വിട്ടുപോയി. പോയി നിങ്ങളെ അനാഥമാക്കിയിട്ട്. അതേ കെട്ട് നിന്റെ മേലുണ്ട്. ഇന്ന് രാത്രി അത് പൊട്ടാൻ പോവാ. കൈയടിച്ചു വിളിക്കാവുന്ന ആളുകൾ യേശുവേ എന്ന് വിളിച്ച് ഇന്ന് രാത്രി ആ നാമത്തെ ഉയർത്താൻ പറ്റുന്നവർ നിന്നോട് ഞാൻ രഹസ്യമായിട്ട് പറയണോ പരസ്യമായിട്ട് പറയണോ? രഹസ്യമായിട്ട് പറയണം. ശരി കുഞ്ഞെ, നിന്റെ കാര്യം ഞാൻ രഹസ്യമായിട്ട് പറയും, ബാക്കി കാര്യം പരസ്യമായിട്ട് പറയും. കുഴപ്പമുണ്ടോ? ഇല്ല. ഞാൻ നിന്നെ കാണുമ്പോൾ എന്നോട് യേശു പറഞ്ഞേ, ചില വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ അപ്പൻ നിന്റെ വീട് വിട്ടിട്ട് പോയി. ഇന്ന് വലിയ കഷ്ടപ്പാടില്ല നിന്റെ വീട് ജീവിക്കുന്നത്. നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം നീ ഒരു കെട്ടില്ല. ഇന്ന് കെട്ട് പൊട്ടും. നീ കുടുകുട കരയുന്ന കരച്ചിലില്ലേ? ഇല്ലേ? നീ സുവിശേഷകനാകും. നിന്നെ കൊണ്ട് ഞാൻ പോവാൻ പോവാ. ഇന്ന് രാത്രി കൈയടിച്ചു വിളിക്കാവുന്നവരാ. ഈ സുന്ദരനായ ചെറുപ്പക്കാരൻ കുടുകുട കരയുന്ന നിങ്ങൾ കണ്ടോ? കാഞ്ഞുരങ്ങളെ കാണുന്നുണ്ടായത്. ഇന്ന് രാത്രി ഇവന്റെ വീട്ടിൽ നിൽക്കുന്ന പ്രതിശാപം ഇന്ന് രാത്രി പൊട്ടിപ്പോവാൻ പോവാ. കൈയടിച്ചു വിളിക്കാവുന്ന ആളുകള് ഇന്ന് രാത്രി ആ നാമത്തെ ഒന്ന് വിളിച്ചോ. ആമേൻ. ശെൽവം ബ്രദറെ, ഇവനെ പിടിച്ചോ കേട്ടോ. ഇവന്റെ മേൽ ശക്തി വ്യാപരിക്കാൻ പോവാ. ഇവൻ സുവിശേഷ വേലയ്ക്ക് പാട്ടുപാടുന്നവനാവൂ. ഇവന്റെ ആദരത്തിന്മേൽ അഭിഷേകം വ്യാപരിക്കോ. ഇവന്റെ അപ്പനെ പോലെ ആവത്തില്ല. ഇവൻ ശക്തിയുള്ള ആയുധമായി മാറോ. കൈയടിച്ചു വിളിക്കാവുന്നവര് കൈയടിച്ചു വിളിക്ക. അടപ്രവലക സതുര. കന്നഡ ഭാഷ സംസാരിക്കുന്ന സ്ഥലത്തെ ആളുകളുടെ ശബ്ദം ഞാൻ കേൾക്കുക. കന്നഡ ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ ശബ്ദം ഞാൻ കാതി കേൾക്കുക. കൈയടിച്ചു വിളിച്ചേ. യേശുവിന്റെ നാമം. കൈ ഉയർത്തി ഒരു ആമീൻ പറഞ്ഞേ. ഈ കന്നഡ ഭാഷ എന്തോ ഞാൻ കേൾക്കുന്നേ. ബാംഗ്ലൂരിലെ കന്നഡക്കാരുടെ അല്ല, ബാംഗ്ലൂർ. എടാ മോനെ, ദൈവവേലയ്ക്ക് സമർപ്പിക്കണം. സമർപ്പിക്കോ? സമർപ്പിക്കും. നിങ്ങൾ എല്ലാരും കൂടെ കണ്ണു അടച്ച് കൈയും കൊണ്ട് നീട്ടിപ്പിടിച്ചേ. നീ മുട്ടുകുത്ത്. നിനക്ക് എത്ര വയസ്സുണ്ട്? നീ എൻ്റെ കൂടെ വരണം. നിന്നെ ഞാൻ കൊണ്ടുപോവാ, സുവിശേഷകനായിട്ട് കൊണ്ടുപോവാ. യേശുവിന് വേണ്ടി പാട്ടുപാടാനാ ദൈവം നിന്നെ വിളിച്ചേക്കുന്നേ. നീ മൊബൈൽ ഫോണിന് അഡിക്റ്റാ. അത് കുറച്ചു വർഷം മുൻപ് നിങ്ങൾ കണ്ണടച്ചേ, പ്രാർത്ഥിച്ച് മ്യൂസിക് വായിച്ച് ചെറുതായിട്ടൊന്ന് പാടിക്കോ. ഒരു കാര്യം അവനോട് പറയട്ടെ കാതിൽ. എന്റെ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞ, എന്റെ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞ, എന്റെ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞ, എന്റെ അധികാരത്തോടെ ഞാൻ പറയാം. ഒരു വാക്കു നീ പറഞ്ഞ.
കഴുത്തെ മാലയുള്ള നീ കുടൂടെ കരയുന്നില്ലേ? കരയുമ്പോ ശരിക്കും എനിക്ക് കരച്ചു തരുക. ഞാൻ നിന്നോട് പ്രവചനം പറയുന്നേ, എൻ്റെ ഉള്ളു തകർന്നാ പറയുന്നേ. എന്നോട് ദൈവം പറയുക, നിന്റെ വീട്ടിലെ ഈ ശാപം പൊട്ടിക്കാൻ അതിന്ന് രാത്രി പൊട്ടിപ്പോകാൻ പോവാ. കാഞ്ഞിരംകുളത്ത് വെച്ച് കർണാടകക്കാരന്റെ കെട്ടു ദൈവം പൊട്ടിച്ചു വിടാൻ പോവാ. ഒന്ന് കൈയടിച്ച് ആദരവൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകള് ആദരവൊന്ന് തുറന്ന നാമത്തെ ഒന്ന് വിളിച്ചേ. പക്ഷേ നീ എന്നെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുവാ അല്ലയോ? ഞാനും നിന്നെ ആദ്യമായിട്ട് കാണുവാ. യേശു എന്നോട് പറഞ്ഞേ, നിന്റെ വീട്ടിലൊരു രക്ഷ വരുന്ന അതിന്ന് രാത്രി അത് സംഭവിച്ചിട്ടുണ്ട്. നിന്റെ അമ്മയുണ്ടല്ലോ, അമ്മ കരയുവാടാ. നിന്റെ അപ്പനെ ഓർത്ത് ഒത്തിരി കരഞ്ഞു. അതേ സ്ത്രീ നിന്നെ ഓർത്ത് കരയുക. ഇന്ന് രാത്രി നീ അമ്മയെ ഫോൺ വിളിക്കണം. എന്നിട്ട് പറയണം, അമ്മ യേശു വിടുവിച്ചെന്ന്. അവരാ വാർത്ത കേൾക്കാൻ വേണ്ടി മുഴങ്കാലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങ് കർണാടകയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി യേശു ആ ശബ്ദം കേൾക്കുവാന്ന് ഒന്ന് വിളിച്ചേ, യേശുവേ എന്ന് വിളിച്ചേ. എടാ മോനെ, നീ സുവിശേഷകനാവും. യേശുവിന്റെ നാമത്തെ ഉയർത്തും. ഒരത്ഭുതമായിട്ട് നീ മാറും. പിശാച് നിന്നെ കണ്ട് ലജ്ജിച്ചു പോവും. ആ നിലയിൽ ദൈവം നിന്നെ ഇന്ന് രാത്രി ഉയർത്താൻ പോവാ. അതിനുള്ള പദ്ധതി ഇന്ന് രാത്രി ദൈവം നിന്റെ മേൽ വെക്കാൻ പോവാ. ഒന്ന് കൈയടിച്ച് ആദരവൊന്ന് തുറന്ന് എല്ലാ ദൈവമക്കളും ഒന്ന് യേശുവേ എന്നൊന്ന് വിളിച്ച് പോയിരുന്ന മോനെ, കൈയടിച്ചൊന്ന് വിളിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്നവരെല്ലാരും കൂടെ ആരാധ്യനേ ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ. യേശുവേ ആരാധ്യനേ ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ. യേശുവേ. എത്ര പിള്ളേരാ? ഞാനേ നിങ്ങളെ വിളിച്ച എന്തിനാണെന്നറിയോ? നിങ്ങളെ ഞാൻ കണ്ടപ്പോ, നിങ്ങളുടെ വീട് എവിടാ? നെല്ലിക്കക്കുഴി അടുത്തായി. നെല്ലിക്കക്കുഴി ഇല്ലയോ? അടുത്ത. ആ, ഈ ശവപ്പെട്ടിക്കട തുടങ്ങിയിട്ട് എത്ര വർഷമായി? 3 വർഷമായി. ഞാൻ ശരിക്കും നിങ്ങളുടെ ഭർത്താവ് ശവപ്പെട്ടിക്കടയ്ക്കകത്തിരിക്കുന്ന കാണുക. എന്നിട്ട് ദൈവം എന്നോട് പറയുക, നീ ഒരു കാര്യത്തിന് കരയുന്നുണ്ട് കുറച്ച് വർഷമായിട്ട്. ഇന്ന് രാത്രി ദൈവം ആ ശബ്ദം കേട്ടോണ്ടിരിക്കുക. ഒന്ന് കൈയടിച്ച് വിളിക്കാമെങ്കിൽ ആദരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിച്ച് എല്ലാരും കൂടെ ആദരമൊന്ന് തുറന്ന് യേശുവേ എന്ന് വിളിച്ച് ഇവിടെ വീട്ടിലേക്ക് യേശു ഇറങ്ങി വരിക. കൈയടിച്ചു വിളിക്കാമെങ്കിൽ സിസ്റ്ററെ എല്ലാരും കൂടെ കൈ ഒന്നടിച്ച് അന്യഭാഷ ഒന്ന് പറഞ്ഞ് യേശുവേ എന്നൊന്ന് വിളിച്ച് നിന്റെ തലമുറകളെ ദൈവത്തിന്റെ മാറ്റത്തിന്റെ പ്രവർത്തി. നിങ്ങളൊന്ന് കണ്ണടച്ചു പ്രാർത്ഥിക്കാം. ഒരു കാര്യം പറയാനുണ്ട് എനിക്ക്. ഒന്ന് പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രി ദൈവം നിന്റെ വീട്ടിൽ ഇറങ്ങാം. ഞാൻ കണ്ടതെന്നറിയോ? നിന്റെ തലമുറകളിൽ ഒരാള് രാജ്യം കിടന്ന് യാത്ര ചെയ്യും. നീണ്ട വർഷമായിട്ട് ആ പണിയാതെ കിടക്കുന്ന വീടില്ലേ, അതിന്റെ പണി ആരംഭിക്കാൻ പോവാ. അതിന്റെ കാശ് നിന്റെ കയ്യിലില്ല.
ദൈവം അതിന് കാശ് തരാൻ പോവാ. നിന്റെ മൂത്ത മകൻ സൂരജ് ഇന്ന് രാത്രി അവന് വേണ്ടി ഒരു വഴി ദൈവം തുറക്കാൻ പോവാ. വിളിക്കാൻ പറ്റുന്ന ഒരു കൈയടിച്ച് യേശുവേ എന്ന് വിളിച്ച്. കൂടാര് വന്നിട്ടുണ്ട്, വൈഫുണ്ട്. അങ്ങോട്ട് വാ. ഈ ചേട്ടന്റെ വൈഫ് ആരാ? വൈഫിന്റെ പേരെന്തുവാ? ആശ. ആശ ചേച്ചിയാന്നോ? ഓടിവാ. ചേച്ചി എനിക്ക് അറിയോ? അറിയത്തില്ല. ഇന്നങ്ങോട്ട് നിൽക്ക്. തണ്ടേ വീട്ടിലൊരു അത്ഭുതം നടക്കാൻ പോവാ. വിശ്വസിക്കുന്നുണ്ടോ? കാര്യങ്ങൾ മാറോ? പിള്ളേരെത്ര? എന്തുവാ ചെയ്യുന്നേ? വലിയ പ്രതിസന്ധിയാണല്ലോ, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. നിങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ എല്ലാവരെയും തൊട്ട കൂട്ടത്തിൽ എന്നെ കൊണ്ടും തൊടണേന്ന്. ഞാൻ പറയുക, തുണിക്കട പൂട്ടാൻ പോവല്ല, ഒരു വർധനവ് നടക്കാൻ പോവാ. ഇന്ന് രാത്രി നിന്റെ ടെക്സ്റ്റൈൽസിലേക്ക് യേശു ഇറങ്ങി വരുന്ന രാത്രിയാണ്. കൈയടിച്ചു വിളിക്കാവുന്ന ആളുകൾ യേശുവേ എന്നൊന്ന് വിളിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. നിന്റെ കുടുംബത്തെ ദൈവം ഉയർത്താൻ പോകയാ. അർമ്മമനഘടക ശത്തുര തമൽക്കമന അട്ടമനക സത്തുര. സിസ്റ്ററേ, താണു പോകത്തില്ല. ശത്രുക്കളുടെ മുൻപിൽ ദൈവം മേശ ഒരുക്കും. ഇന്ന് രാത്രി ശാരീരികമായിട്ട് ഒരു വിടുതൽ സംഭവിക്കും. ദൈവത്തിൻ്റെ കരമിറങ്ങി വരും. വിശ്വസിക്കുന്നുണ്ടോ? പറ, ചുമ്മാ പറയല്ല. എനിക്കറിയാം, ഞാൻ വിളിച്ചപ്പോൾ അത് കണ്ടോണ്ടാ വിളിച്ചേ. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നോ? എത്ര വർഷമായിട്ട്? ദാണ്ട് ഇന്ന് രാത്രി ആള് മാറി. ചേട്ടൻ്റെ പേര് പറ. ചോദിച്ചാ കട വർദ്ധിക്കും, അത്ഭുതം നടക്കും. തുണിക്കടയിലോട്ട് ദൈവം ഇറങ്ങി വരും. ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാകും. തുണിക്കട മാത്രമല്ല, അകത്തൂടെ ദൈവം കയറും. എന്നിട്ട് അകത്തുനിന്ന് പുറത്ത് കുറച്ച് കാര്യങ്ങൾ എടുത്തു കളയും. എന്നിട്ടൊരു ദൈവത്തിൻ്റെ വിടുതൽ ആ വീട്ടിലേക്ക് ഇന്ന് രാത്രി സംജാതമായി വരുമെന്ന് പരിശുദ്ധാത്മാവെന്നോട് തൂത് പറയുക. ഒന്ന് കൈയടിച്ചു വിളിക്കാവുന്ന എല്ലാവരും കൂടെ യേശുവേ നുറക്കി ഒന്ന് വിളിച്ച് ആ നാമത്തെ ഒന്ന് ഉയർത്താൻ പറ്റുന്ന എല്ലാവരും കൂടെ ആ നാമത്തെ ഒന്ന് ഉറക്കെ വിളിച്ച് ഇന്ന് രാത്രി അവന്റെ ശക്തിയുടെ നാമം ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. നിങ്ങളുടെ രണ്ട് പിള്ളേരോ? മൂത്ത കുട്ടിയുടെ പേര് പറ. എന്തിയാണ്? എവിടാ? ഒരു പ്രതീക്ഷയോടെ പഠിച്ചുകൊണ്ടിരിക്കുക. ആ പ്രതീക്ഷ നടക്കും. നമ്മളത് ഒത്തിരി പ്രാർത്ഥിച്ചു, അല്ലയോ? യേശുവിനോട് പറയുക, പ്രതീക്ഷയ്ക്ക് ഭംഗം വരത്തില്ല. അവര് പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ആ വീട്ടിൽ സംഭവിക്കും. പോണ്ട, കുടിച്ചിട്ടുണ്ടല്ലയോ? 3 ഈ 3 ഒന്നും പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. ഞാൻ കുടിച്ചിട്ടില്ല, ഇന്നവരെ അറിയില്ല. കണ്ട് വീട്ടിൽ ആരൊക്കെയുണ്ട്? അദ്ദേഹത്തെ അറിയാവുന്ന ആരെല്ലാം കൂടെ വരണം. പക്ഷേ ആർക്കും വേണ്ട, ഒറ്റപ്പെട്ടതാ. എല്ലാം മദ്യത്തിൽ കൈവശം കൊടുത്ത മുടിയാൻ. നീ ജീവത്തിനകത്ത് പകുതി ചത്ത നിലയിലാ ജീവിക്കുന്നേ. ഇദ്ദേഹം ചത്തുപോണ്ടിയായിരുന്നു. ദൈവം ആയുസ് കൊടുത്ത. എന്തിനാ കൊടുത്തേക്കുന്നത്? മദ്യപാനം നിർത്തണം, ഇനിയും കുടിക്കണ്ട. ജീവിക്കുന്നു. എന്തിനാ ജീവിക്കുന്നത് അറിയോ? ഇന്ന് ഈ യോഗത്തിൽ വെള്ളമടിച്ച് ഈ മുഷിഞ്ഞ വസ്ത്രത്തോടെ വരണം എന്ന് ദൈവം തീരുമാനിച്ച കർത്താവിനോട് പറയുന്നത് എന്നാണെന്നറിയോ? അച്ഛനും അമ്മയ്ക്കും ഒക്കെ നിന്നെ വേണ്ട, സഹോദരങ്ങൾക്ക് നിന്നെ വേണ്ട, പക്ഷെ യേശുവിന് നിന്നെ വേണം. ഒന്ന് കൈയടിച്ചു വിളിക്കാവുന്ന ആളുകള് ആദരം ഒന്ന് തുറന്ന് വിളിച്ചേ.
ഈ ചേട്ടൻ ഇന്ന് രാത്രി വിടുവിക്കപ്പെടാൻ ഇദ്ദേഹത്തിന്റെ അകത്തു കൊടുത്ത ലഹരിയുടെ അംശങ്ങൾ ഇന്ന് രാത്രി പൊട്ടിപ്പോകേണ്ടതിന് വേണ്ടി കാഞ്ഞിരംകുളത്തിന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ എല്ലാ ദൈവമക്കളും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചേ. അഭിഷേകമുള്ള ദൈവമക്കള് എല്ലാരും കൂടെ ഒന്ന് ആദരം തുറന്ന് പ്രാർത്ഥിച്ചേ. ഈ മകൻ ഇന്ന് രാത്രി രൂപാന്തരപ്പെടണത് അതിന് ഞാൻ തൊട്ട പോലെ യേശു തൊടണം. എല്ലാരും വിളിച്ച യേശുവേ. ഉടലഭജലകള ഹട്ടുരകരകടകസിയ ആരമദന ഘടക സന്തുരാധന അൽപ്രവന ഘടക സന്തുരാധന ചസിയ. നീ ഇങ്ങനെ തേരാപ്പാര നടക്കുന്നവനായിട്ടാ ഇന്ന് ജീവിക്കുന്നേ. പല സ്ഥലങ്ങളിലാ നീ ഉറങ്ങുന്നത്. നീ ഒരു സ്ഥലത്തല്ല കിടന്നുറങ്ങുന്നേ. നീ ഇങ്ങനെ ഊര് നടക്കുക. പക്ഷെ ദൈവം നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ പോവാ. ഈ രാത്രി യേശു നിന്നെ വിടുവിക്കാൻ പോവാ. കൈയടിക്കാൻ പറ്റുന്ന ആളുകള് കൈയടിച്ചു യേശുവേ എന്നൊന്ന് വിളിച്ച കഥനഗ്രസ്തേ ഭൂതഗ്രസ്തനെ തിരിച്ചു കൊണ്ടുവന്ന പോലെ ഈ ജനം ഒരുമിച്ച് വിളിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ വിളിച്ച യേശുവേ. ചേട്ടാ, ഒരു നല്ല ജോലിക്കാരനാ നീ. നല്ല ജോലിക്കാരനാ നീ. എന്ത് ജോലിയും നീ വിശ്വസ്തമായിട്ട് ചെയ്യും. പക്ഷെ അടിച്ചാൽ നീ കൊള്ളുകയില്ല. വീട്ടിലല്ല നീ കിടന്നുറങ്ങുന്നേ. എവിടാ കിടന്നുറങ്ങുന്നേ? കടവരാന്തയിൽ. നീ കടവരാന്തേ കിടക്കേണ്ടവനല്ല. മദ്യപിച്ച് ജീവിതം തകർക്കേണ്ടവനല്ല. നിന്നെ കാത്തിന്ന് രാത്രി യേശു ഇരിപ്പുണ്ട്. എന്നോട് ദൈവം പറയ കാഞ്ഞിരംകുളത്ത് കനാന്റെ ഗ്രൗണ്ടിൽ വെച്ച് നടത്തുന്ന ഈ മീറ്റിംഗ് ചേട്ടാ നിനക്ക് വേണ്ടിയാ ഇന്ന് രാത്രി. എല്ലാരും കൂടെ ഒന്ന് വിളിക്കാൻ പറ്റുന്നവരൊന്ന് വിളിച്ചേ. ഹർമ്മവനഘടക ശബ്ദരാധിയ. ഈ മകൻ തിരിച്ചു വരുന്ന രാത്രിയായി മാറട്ടെ. നിന്നെ മദ്യപാനായി പിടിച്ചേ മദ്യപാനിയായി കാണാൻ യേശുവിന് ഇഷ്ടമല്ല. കടത്തിനെ കടക്കുന്നവനായി കാണാൻ യേശുവിന് ഇഷ്ടമല്ല. നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങളൊന്ന് കൈയടിച്ച അല്പനിമിഷം അന്യഭാഷ ഒന്ന് പറഞ്ഞു വിളിച്ചേ. ഈ രാത്രി ഒന്ന് വിളിച്ചേ. ഈ മകനൊന്ന് മാറട്ടെ പ്രിയരെ. തന്റെ മനസ്സൊന്ന് മാറട്ടെ പ്രിയരെ. വിളിച്ച എല്ലാരും കൂടെ യേശുവേന്ന് വിളിച്ചേ. നല്ല കുടിയനാണ്. വീട്ടിൽ കിടന്നുറങ്ങിയിട്ട് എത്ര നാളായി? ഒരുപാട് നാളായി. വീട്ടുകാർക്ക് വേണ്ടേ? ഞാൻ പറയുന്നത് എന്താണെന്നറിയാ, PG പാഴായി പോയ ജന്മം. നിങ്ങൾ കേട്ടോ കാഞ്ഞിരംകുളംകാര്, ഞാൻ ഈ ചേട്ടനെ ആദ്യമായിട്ട് കാണുക. പക്ഷെ നീ പാഴായി പോയ ആളല്ല. നിന്നെ യേശു തിരിച്ചു കൊണ്ടുവരാൻ പോവാ. കള്ളുകൂടി മാറ്റിയാലോ? ശരി, ടെൻഡൻസിയാ കുടിക്കാൻ. പുള്ളി പറഞ്ഞ കേട്ടോ, എനിക്കിപ്പോഴും കുടിക്കാനുള്ള ടെൻഡൻസിയാന്ന്. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കട്ടെ. ദാണ്ട എൻ്റെ ഉടുപ്പ് തരാം, എൻ്റെ കൂടെ പോരാ, ഞാൻ കൊണ്ടുപോയിക്കോളും. ഞാൻ കൊണ്ടുപോകാം എൻ്റെ കൂടെ. ദാണ്ട ഇദ്ദേഹം സുവിശേഷകനാവും. യേശുവിന്റെ നാമത്തെ ഉയർത്തും. ആട്ടിമുടി യേശു ഇദ്ദേഹത്തെ മാറ്റും. പരിശുദ്ധാത്മാവനോട് പറയുക, ഇന്ന് രാത്രി നീ മാറുന്ന രാത്രിയാണ്. നിന്റെ ഗതിവിഗതികളൊന്നും ദൈവത്തിന് വിഷയമല്ല. മരണനിഴലിൽ ഭീതിയേറുമ്പോ പിതാവേ അപ്പാ പിതാവേ
ഇടയൻ രാജാവാ എഴുന്നേൽക്കുന്നു. ഹല്ലേലൂയ 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 യേശുവല്ലാതെ എനിക്കാരുമില്ലായേ. ഓ ആരുമില്ലായേ, എനിക്കാരുമില്ലായേ. യേശുവല്ലാതെ എനിക്കാരുമില്ലായേ. ഓ ആരുമില്ലായേ, എനിക്കാരുമില്ലായേ. ഓ യേശുവല്ലാതെ എനിക്കാരുമില്ലായേ. എന്റെ ജീവിതം മാറോ ഒരു വാക്കു നീ പറഞ്ഞാൽ, എന്റെ നിലവുകളും മാറോ ഒരു വാക്കു നീ പറഞ്ഞാൽ. എന്റെ ജീവിതം മാറോ ഒരു വാക്കു നീ പറഞ്ഞാൽ. എന്റെ നിലവുകളും മാറോ ഒരു വാക്കു നീ പറഞ്ഞാൽ. നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം മാറും. ഓ നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. ഒരു വാക്കു മതി, എനിക്കതു മതിയേ. 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 യേശുവേ ആരാധ്യനേ,
കരങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ പറ്റുമെങ്കിൽ ആ സ്വർഗ്ഗം കാണുക. ആവേശത്തോടെ രണ്ട് കരങ്ങളും ഉയർത്തിയുന്ന രാത്രി ഇതിന്റെ നടുവിലൂടെ ഇന്ന് രാത്രി യേശു ഇറങ്ങി വരുന്നുണ്ട്. രോഗികൾ സൗഖ്യമാകുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, വീടുകളിലും വിളപ്പുകളിലുമൊക്കെ യേശുവിന്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. യേശുവിന്റെ സാന്നിധ്യം വ്യാപരിക്കുന്നുണ്ട്. യേശുവിന്റെ മഹത്വം ഇറങ്ങി വരുന്നുണ്ട്. ശുശ്രൂഷക്ക് വേണ്ടി തയ്യാറെടുത്ത് ചില ആളുകൾ അഭിഷേകത്ത് ചലിക്കുക. ഇന്ന് രാത്രി പകച്ചവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ചില അടയാളങ്ങൾ നടക്കുക. അന്നാമത്തെ പാടാൻ പറ്റുന്നു. ചലിക്കുന്നതിന് നടുവിലൂടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ചലിക്കുന്നു. ചില കുടുംബങ്ങളുടെ രാത്രി പകച്ചവന്റെ മുൻപിൽ അനുഗ്രഹിക്കപ്പെടാൻ പോകുക. ചില വീടുകളുടെ രാത്രി ഉയരാൻ തുടങ്ങുക. രാത്രി ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുക. ഇത് മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിട്ടല്ലാതെ തുറപ്പാൻ കഴിയാത്ത
ജയിക്കുന്ന രാത്രിയല്ല, ഇത് മന്ത്രവാദി ജയിക്കുന്ന രാത്രിയല്ല, ഇത് ആഭിചാരകൻ ജയിക്കുന്ന രാത്രിയല്ല, ഇത് പകച്ചവൻ ജയിക്കുന്ന രാത്രിയല്ല. ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്ന അസാധാരണ രാത്രിയാണ്. ഇതിനകത്ത് ചലിക്കുന്ന സകല പ്രാണികളും ഈ കാതനകുളത്ത് ജീവിക്കുക. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ. പ്രിയരെ, ആ കണ്ണൊന്ന് തുറന്നേ, എന്നെ നോക്കിയേ. ഇന്ന് വൈകിട്ട് ഞാൻ പോരുന്നതിന് മുമ്പ് ഇവിടെ ഇരുന്ന് വാർത്താ മാധ്യമങ്ങൾ വായിക്കുമ്പോൾ ലഹരി സംഘം 22 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാർ പോലീസുകാരെ ആക്രമിച്ചു. ലഹരിയിലാണ്, ലഹരിയുടെ ഉന്മാദാവസ്ഥയിൽ. ഇത് മാറണ്ടേ? മാറണ്ടേ? നമ്മൾ വിചാരിച്ച മാറും. അതിന് അഭിഷേകമുള്ളവർ വിചാരിക്കണം. നമ്മുടെ നാട് മാറണ്ടേ? നമ്മുടെ ചെറുപ്പക്കാരെ മാറണ്ടേ? ഞാൻ ഈ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിട്ട ഇപ്പൊ 10 മണി കഴിഞ്ഞ് 3 മിനിറ്റായി. ഞാൻ കുഞ്ഞുപ്രായത്തിൽ ഈ പുസ്തകം എടുത്ത 17ാമത്തെ വയസ്സിൽ, നല്ല യൗവനത്തിൽ എടുത്ത ഈ പുസ്തകം എടുത്ത ആളുകൾ തിങ്ങിപ്പാർക്കുന്ന കോട്ടയിലൊക്കെ യേശുവിന്റെ നാമത്തെ ഉയർത്തിയിട്ടുണ്ട്. കണ്ണൂര് വെച്ച് എനിക്ക് അവിടുത്തെ ആളുകൾ നോട്ടുമാല ഇട്ടിട്ടുണ്ട്. കണ്ണൂര് വെച്ച് ഞാനിപ്പോ കണ്ട ചെറുപ്പക്കാരനേക്കാളും നല്ല തടിമുടുക്കുള്ള ചേട്ടന്മാര് എനിക്ക് വന്ന് നോട്ടുമാല ഇട്ടു. ഞാൻ സുവിശേഷം പറയുന്നത് അങ്ങനെയാണ്. നാട് രക്ഷിക്കാൻ വേണ്ടിയാണ്, നമ്മുടെ നാട് തകർന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് കേൾക്കണ്ടേ? കഴിഞ്ഞ ഞങ്ങളുടെ ആരാധനയ്ക്ക് എറണാകുളത്ത് എന്നെ സബ് കളക്ടർ കാണാമെന്നു, വേറെ ഒന്നിനും കാണാമെന്നല്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട്. എന്തിനാ ഞാൻ വന്നെന്നറിയോ? ഈ ചെറുപ്പക്കാരെ ഇങ്ങനെ പിടിച്ചെടുക്കുന്നില്ലേ, അതിന് യേശുവിൻ്റെ ഒരു കാര്യം കൂടെ കേട്ടോണം. ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് യേശുവിൻ്റെ മാർഗമാണ്, യേശുവിൻ്റെ ശക്തിയുള്ള മാർഗമാണ്. ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ പറയുന്നത്, ഈ മാർഗം പിടിച്ച ആരും ഇന്ന് വരെ നശിച്ചിട്ടില്ല. നശിച്ചവനെ തിരിച്ചു കൊണ്ടുവന്ന മാർഗമാണ് സുവിശേഷത്തിന്റെ ശക്തി. ഇത് മതം പറയുകയല്ല, ഇതൊരു മാർഗമാണ്. എന്ത് പറ്റിയെന്നറിയോ? അമ്മയും അപ്പനെയും പോലും ഇഷ്ടമില്ലാത്ത മക്കളാ ഇന്നത്തെ നാടിന്റെ ശാപം. അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇതുപോലൊരു ചെറുക്കനെ കണ്ടത്. കണ്ടിട്ടേ ഇല്ല ഒരു നാട്ടിലും. ഞാൻ RS ഹൈന്ദവരുടെ കോട്ടയിൽ സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും അഹങ്കാരികളായിട്ടുള്ള ആളുകളെ കണ്ടിട്ടില്ല. അവൻ എന്നാ മനസ്സിലായി? കുഞ്ഞുപ്രായത്തിൽ കരോട്ട ബ്ലാക്ക് ബെൽറ്റ് പഠിച്ച ഞാൻ. അവിടുന്ന് ഇറങ്ങിയ ചേട്ടാ, അവിടുന്ന് യേശുവിൻ്റെ നാമത്തെ പ്രകീർത്തിക്കാൻ ഇറങ്ങിത്തിരിച്ച, യേശുവിൻ്റെ നാമത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച, ലജ്ജിക്കാത്ത സാക്ഷിയായിട്ടാ ഈ പുസ്തകത്തിന്റെ ആകമ്പടി എടുത്തെന്ന് ഇന്ന് രാത്രി ദേശത്തോട് പറയുന്നത്. സുവിശേഷം നിർബന്ധത്താലല്ല, നീ രക്ഷപ്പെടാൻ വേണ്ടിയാ. മക്കളെ, ഒറ്റ വാക്കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകുക. ഈ മകനെ പോലെ ഒരു മകൻ 8 മാസം മുമ്പ് ആരാധനയ്ക്ക് വന്നു. യൂട്യൂബിൽ ഞാൻ ആ വീഡിയോ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അന്ന് ഞാൻ ഇറങ്ങി പറഞ്ഞു, സുരേഷ് പാസ്ക്ക് ഓർമ്മയുണ്ട്, ഞാൻ പറഞ്ഞു, നീ വീട്ടിൽ തൂങ്ങാൻ ശ്രമിച്ചതാണ്. അവൻ അവിടെ നിന്ന് പറഞ്ഞ അല്ലെന്ന് പറഞ്ഞു. ഓടി അവൻ്റെ അമ്മ, ഹൈന്ദവയായ അമ്മ ഓടി വന്ന് പറഞ്ഞു, അച്ഛ അങ്ങനല്ല, അവൻ പെരെ കയറി തൂങ്ങിയതാ. ഞാൻ അവനോട് ഒറ്റ വാക്കൂടെ പറഞ്ഞു, മോനെ, ഇനിയും തൂങ്ങാൻ ശ്രമിക്കരുത്. തൂങ്ങിയാൽ അത് നിന്റെ മരണമായിരിക്കും. ആരാധനയ്ക്ക് വരണമെന്ന്
ചേർത്ത് പിടിച്ച് ഞാൻ പറഞ്ഞു, കഴിഞ്ഞ എൻ്റെ മുമ്പിലത്തെ തിങ്കളാഴ്ച തമാശയ്ക്ക് വീട്ടിൽ തൂങ്ങി. അവൻ്റെ ഉദയക്രിയ കഴിഞ്ഞു, മരിച്ചുപോയി 32 വയസ്സുകാരൻ. യേശു നീ കളിക്കുന്ന ദൈവം അല്ല, അല്ല, അല്ല. യേശു ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ഒരു ദൂത് ഞാൻ ഈ ദേശത്തോട് പറയാം, പകച്ചവരുടെ മുൻപിൽ ദൈവം നിന്നെ ആദരിക്കും. ഇന്ന് രാത്രി ദൈവം നിന്നെ ഉയർത്തിപ്പിടിക്കുന്ന രാത്രിയാ. ചില കുടുംബങ്ങളെ ദൈവം ഉയർത്തിപ്പിടിക്കുന്ന രാത്രിയാ. ചില വ്യക്തികളെ ദൈവം ഉയർത്തിപ്പിടിക്കുന്ന രാത്രിയാ. അത് ഏറ്റെടുത്തൊന്ന് കൈയടിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകള് യേശുവേ എന്നൊന്ന് വിളിച്ച്, സ്നേഹിതരെ, ഒരു വാക്കൂടെ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുക. നാളെ ഇതിന്റെ ബാക്കിയാണ് ട്രിവാൻഡ്രം LMS ഞാൻ ശുശ്രൂഷിക്കുന്നത്. നാളെ രാവിലെ തിരുവനന്തപുരം LMS ഞാനുണ്ട്. ഇതിൻ്റെ ബാക്കി നാളെ രാവിലെ ഞാൻ ശുശ്രൂഷിക്കാം. അടുത്ത മാസം ഇവിടെ ശുശ്രൂഷ ഉണ്ടായിരിക്കില്ല, ഉപവാസ പ്രാർത്ഥനയാണ്. മെയ് മാസത്തിൽ ഇതേ ഗ്രൗണ്ടിൽ നമ്മൾ യോഗ നടത്തും, കുറച്ചുകൂടെ വിശാലമായിട്ട് നടത്തും. അന്ന് നമ്മുടെ മീറ്റിങ്ങിൽ കൊയറെല്ലാം കാണും, എല്ലാ കൊയർ ടീമിനെയും കൊണ്ടുവരും. ഈ ദേശത്തൊരു ഉത്സവം നടക്കും. ഇത് സന്തോഷത്തിൻ്റെ ഉത്സവമാണ്, ജയത്തിന്റെ ഈ സന്തോഷത്തിന്റെ ഉത്സവമാണ്. വീടുകളിൽ നിന്ന് മരണം മാറിപ്പോകുന്ന ഉത്സവമാണ്. വീടുകളിൽ നിന്ന് ശാപം മാറിപ്പോകുന്ന ഉത്സവമാണ്. ശപിച്ചവന്റെ മുൻപിൽ മാനിക്കുന്ന ഉത്സവമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇരുന്നാട്ടെ നിങ്ങളെല്ലാവരും. നമ്മൾ ഒരുമിച്ച് ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ പോകുക. ഇനിയും നിങ്ങൾ കേൾക്കുക, ഞാൻ 9 മണിക്ക് മീറ്റിംഗ് നിർത്തി എനിക്ക് പോകേണ്ട സ്ഥലങ്ങളിൽ പോകാൻ വേണ്ടി അതിനെ ഞാൻ നേരത്തെ പ്രസംഗിക്കാൻ വേണ്ടി കയറിയത് 10:03 ഞാൻ അവസാനിപ്പിക്കുക. ഒരു വാക്ക്, നമ്മൾ ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി കൊടുക്കാൻ പോകുക. ഈ സുവിശേഷ ഘോഷണത്തിന് ഞങ്ങളാരും അദ്ദേഹത്തിന് സ്പോൺസർ ചെയ്യുന്നതല്ല. ഇത് മുഴുവൻ അദ്ദേഹത്തിൻ്റെ മനസ്സുകൊണ്ട് ഇവിടെ നടത്തുന്ന ഈ സ്റ്റേജും ഈ സൗണ്ടും ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സുകൊണ്ട് ഇവിടെ നടത്തുന്നതാണ്. ഞങ്ങളാരും എൻ്റെ കയ്യിൽ നിന്ന് ഒരു പൈസ പോലും ഞാൻ അദ്ദേഹത്തിന് കൊടുക്കില്ല. ഇതുവരെ കൊടുത്തിട്ടില്ല. സുവിശേഷ വിലയ്ക്ക് വേണ്ടി ഞങ്ങൾ അദ്ദേഹത്തിനൊന്നും കൊടുക്കാറില്ല. അദ്ദേഹത്തിൻ്റെ സന്മനസ് കൊണ്ടാണ് ഈ യോഗം ഇവിടെ നടക്കുന്നത്. അതിൽ നമ്മൾ പങ്കാളികളാകാനായിട്ട് പോവുക. നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടിയാണ് ഇന്ന് ഓഫറിങ് അർപ്പിക്കാനായിട്ട് പോകുന്നത്. ആ കണ്ണുകളെല്ലാം ഒന്നടച്ച് നിങ്ങൾ ദൈവത്തിന് കൊടുക്കാനുള്ളത് ഒന്ന് കയ്യിലെടുത്ത് വെച്ചേ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അനുഭവ സാക്ഷ്യം. ഞങ്ങൾ ഇവിടം വരെ നടത്തിയ ദൈവമാണ്, ഇവിടം വരെ എത്തിച്ചത് കർത്താവിൻ്റെ സാന്നിധ്യമാണ്. നാം ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോകുക. ഈ ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കുന്ന നിങ്ങളെ അമർത്തിക്കുലുക്കി കവിയുന്ന നല്ലൊരളവ്, ഇതിനകത്ത് ഒരു ചില്ലി പൈസയും സുവിശേഷ വേലയ്ക്കല്ലാതെ പോകത്തില്ല. ഇത് മുഴുവൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയാണ്, ദൈവരാജ്യത്തിന് വേണ്ടി വാരി വിതറാൻ വേണ്ടിയാണ്. ദൈവരാജ്യത്തിന് വേണ്ടി കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ ഞങ്ങൾ ഈ സുവിശേഷ അടുത്ത മാസം ഞങ്ങൾ മെയ് മാസത്തിൽ ചെയ്യാൻ പോകുന്നത് 3000 കുഞ്ഞുങ്ങളെടുത്ത് പഠിപ്പിക്കാൻ തുടങ്ങും. അതിൽ മെജോറിറ്റി കുട്ടികളും ആദിവാസി കുഞ്ഞുങ്ങളാണ്, പഠിക്കാൻ നിവൃത്തിയില്ലാത്ത കുഞ്ഞുങ്ങളാണ്. അവർക്ക് നമ്മൾ അവരെ സ്കൂളിൽ വിടാൻ, 1 വർഷം സ്കൂളിൽ വിടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുക. അതിനുവേണ്ടിയൊക്കെയാണ് ഈ ഓഫറിങ് നമ്മൾ അർപ്പിക്കുന്നത്. എല്ലാ കണ്ണുകളും അടച്ച് നിങ്ങൾ എടുത്തു വെച്ച് മനസ്സിലിപ്പോൾ ദൈവം പ്രേരിപ്പിക്കും ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കാൻ. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ കർത്തൃദാസൻ മുന്നോട്ട് കടന്നു വന്ന് നമ്മെ പ്രാർത്ഥനയെ സഹായിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ചലിക്കപ്പെട്ട നല്ല ആരാധനകൾക്കായി സ്തോത്രം കർത്താവേ. ആത്മാവിൻ്റെ ഇടപെടലുകൾ അനുഭവിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചതിനായി നന്ദി. അപ്പോൾ അങ്ങയുടെ രാജ്യ വിസ്തൃതിക്കായി, ഹല്ലേലൂയ, അങ്ങയുടെ നാമമഹത്വത്തിനായി പ്രിയ മക്കൾ കയ്യിലെടുത്തിരിക്കുന്ന വിത്തുവിനെ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ, അങ്ങയുടെ ശക്തിയാ അതിന്മേൽ ചലിച്ചു തുടങ്ങട്ടെ കർത്താവേ. പരിശുദ്ധാത്മാവെ, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുമെന്ന് വചനം പഠിപ്പിക്കുമ്പോൾ ഇന്ന് അവരുടെ അവസ്ഥയിൽ നിന്ന് വിതച്ചത് നാളുകളിൽ അനുഗ്രഹമായി അവരുടെ കുടുംബത്തിലേക്ക് മടങ്ങി വരാൻ സന്തോഷത്തോടെ കൊടുക്കുന്നവനെ സ്നേഹിക്കുന്നവനായ കർത്താവ്, 2 കാശിട്ട വിധവയെ കണ്ടവനായ എൻ്റെ ദൈവം ഇന്ന് രാത്രിയിലും ഇവരെ അനുഗ്രഹിപ്പാൻ ശക്തനായി ഇതിനകത്ത് ഇറങ്ങി നിൽക്കുന്നത് കൊണ്ട് സ്തോത്രം കർത്താവേ. പരിശുദ്ധാത്മാവ് അവരെ സഹായിക്കും. ഇതവർക്കൊരു അനുഗ്രഹമായി മാറും. യേശുവിൻ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ, ആമേൻ, ആമേൻ.